This call is now being recorded. Okay, so good morning. Good morning, sir. So, everyone join ചെയ്തോ? Okay, so let's start today's class. So, ഇന്നലെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എല്ലാവരും നോക്കി വിചാരിക്കുന്നു. നമ്മളൊരു സെക്ഷൻ നേരെ എക്സാമ്പിൾ ഇങ്ങോട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പേജ് നമ്പർ 187 ഒരു എക്സാമ്പിൾ 3 എല്ലാവരും ചെയ്തോ? അതിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡയഗണലൈസബിൾ ആയിട്ടുള്ളൊരു മെട്രിക്സാണ് കിട്ടുക. അവിടെ നമുക്ക് ആ മെട്രിക്സ് കാണാൻ പറ്റും. എന്താണ് ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ്, എന്താണ് ഈ മെട്രിക്സ് ചൂസ് ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് ആ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കും. ഓക്കെ, അപ്പം ഓക്കെ, സോ അത് ചെയ്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആ പ്രോബ്ലം നിങ്ങൾ ചെയ്തപ്പോൾ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ബേസിസ് കണ്ടുപിടിക്കാൻ ബേസിസ് കണ്ടുപിടിച്ച് മനസ്സിലായില്ല? ബേസിസ് കണ്ടുപിടിച്ചത് മനസ്സിലായില്ല. കാരണം അത് ആദ്യം നമ്മള് ഐഗൺ വാല്യൂസ്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം പിന്നെ ബേസിസ് ആൽഫ 1 ആൽഫ 2 അത് കണ്ടുപിടിച്ചത് മനസ്സിലായില്ല. അപ്പോൾ അതിൽ ആ പ്രോബ്ലം എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്ത് ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടുക x-2 ഹോൾ സ്ക്വയർ ഇൻറ്റു x-1 എന്നാണ് കിട്ടുക. അതായത് ഇതായിരുന്നു മെട്രിക്സ് 5 -6 -6 -1 4 2 3 -6 -4 ഇതായിരുന്നു ആ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഡിറ്റർമിനന്റ് ഓഫ് xi minus a equal to 0 ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് എ മെട്രിക്സ്. ചെയ്തതിന് നമുക്ക് ഈ ഒരു ഫോമാണ് കിട്ടുക, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പോൾ അത് ഇക്വേറ്റ് 0 ചെയ്യുമ്പോൾ നമുക്ക് 3 റൂട്ട്സാണ് കിട്ടുക ഈ കേസിൽ. അതായത് എക്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അതുപോലെ 1 ഒരു പ്രാവശ്യം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ഗെറ്റ്. അപ്പോൾ 3 റൂട്ട്സ് വി ഗെറ്റ്. ആൻഡ് നൗ ഇൻ ഈച്ച് കേസ്, അതായത് x2 ആകുമ്പോഴും x1 ആകുമ്പോഴും നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ വർക്ക്. അപ്പം x1 എന്നുള്ള കേസ് 1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 1 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാം? 1 എ എന്ന മെട്രിക്സിന് ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ax ഈക്വൽ ടു 1x ആയിരിക്കും ഫോർ സം എക്സസ് നോൺ സീറോ എക്സ്. ഓക്കെ, ആ എക്സിന്റെ കളക്ഷൻ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെങ്ങനെ എഴുതണം. ഇത് നമുക്ക് വേണമെങ്കിൽ ax മൈനസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, കാരണം ax 1x സെയിം ആയതിനെക്കൊണ്ട്. ഇനി ഈ എക്സ് ഞാൻ ix എന്ന് എഴുതാണ്, ax മൈനസ് 1 ഇൻറ്റു ഐ ടൈംസ് എക്സ് എന്ന് എഴുതാം. കാരണം എ ഒരു 3/3 മെട്രിക്സ് ആണ്, എക്സ് ഒരു 3/1 വെക്ടർ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 3/1 വെക്ടർ ആണ്. 1 ഒരു സിംഗിൾ കോൺസ്റ്റന്റ് ആണ്, എക്സ് അതുപോലെ 3/1 വെക്ടർ ആണ്. ഓക്കെ, സോ ഈ 3/1 വെക്ടറിന് ഐ എക്സ് എന്ന് പറയുമ്പോൾ എന്താ എടുക്കുന്നത്? ഐ ഒരു 3/3 മെട്രിക്സ് ആണ്, ഇൻറ്റു ഒരു എക്സ് 3/1 വെക്ടർ ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക വീണ്ടും എക്സ് തന്നെയാണ് കിട്ടുന്നത്, 3/1 വെക്ടർ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ അവർ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഇനി ഇതിന് നമുക്ക് എ മൈനസ് 1 ഇൻറ്റു ഐ എന്ന് എഴുതാം, എ മൈനസ് ഐ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പം ഇൻഡയറക്ട്ലി സെറ്റ് ഓഫ് ഓൾ ഐഗൻ വെക്ടേഴ്സ് ഓഫ് സോറി രണ്ടും എക്സ് എടുത്തിരിക്കുന്നത് അല്ലേ. ദിസ് ഇസ് നോട്ട് എക്സ് ആക്ച്വലി. നമുക്ക് പല നൊട്ടേഷൻസ് പണ്ടൊക്കെ നമ്മൾ ലാംഡ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഐഗൻ വാല്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ എനിക്ക് എക്സാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ എക്സ് മാറ്റാം, ഇത് ഐഗൻ വെക്ടേഴ്സ് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. Let us take as eigenvectors as some y or something. Okay, അതല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. Let us take the eigenvectors to be y എടുത്ത് ay equal to 1y, ay minus 1 into y,
സെറ്റ് ഓഫ് ഓൾ y ഫോർ വിച്ച് a മൈനസ് ഐ y ഈക്വൽ ടു 0 കാണേണ്ടത്. ഓക്കെ, y എന്ന് പറഞ്ഞത് നമ്മുടെ ഐഗൺ വെക്ടർ ആണ്. അതൊരു x1 x2 x3 എന്നൊരു വെക്ടർ ആണ് y എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ വെക്ടേഴ്സ് നമുക്ക് കാണേണ്ടത് which satisfies the condition ay equal to 1y or which satisfies the condition a minus y equal to 0. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സിസ്റ്റമാഫിക്കേഷൻ സോൾവ് ചെയ്ത് നോക്കുക. അത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന വെക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ട ഇവിടുത്തെ വെക്ടേഴ്സ്. അപ്പോൾ a മൈനസ് ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കേസ് എടുക്കുകയാണെങ്കിൽ a മൈനസ് ഐ എന്ന മെട്രിക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 4 മൈനസ് 6 മൈനസ് 6 മൈനസ് 1 3 2 3 മൈനസ് 6 മൈനസ് 5 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് എ മൈനസ് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ മൈനസ് ഐ ഇൻറ്റു വൈ ഈക്വൽ ടു 0 പറഞ്ഞാൽ എ മൈനസ് ഐ എന്ന മെട്രിക്സ് പറഞ്ഞാൽ ഇതാണ് 4 മൈനസ് 6 മൈനസ് 6 മൈനസ് 1 3 2 3 മൈനസ് 6 മൈനസ് 5. അതായത് എ മൈനസ് ഐ ഇൻറ്റു വൈ ഈക്വൽ ടു 0. വൈ എന്ന് പറഞ്ഞത് x1 x2 x3. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ y1 x1 x2 x3 ആണ് കാണേണ്ടത്. ആ വെക്ടേഴ്സ് ആണ് കാണേണ്ടത്. ഓക്കെ, all vectors x1 x2 x3 that we have to find. So ഇത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്ത -1 3 2 3 മൈനസ് 6 മൈനസ് 5 0 0 0. ഇത് R1 R2 R3 ഇതൊക്കെ നിങ്ങൾ ചെയ്തു തന്നേ. നിങ്ങൾ ചെയ്ത് നോക്കിയാ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് അത് ചെയ്തിട്ട് എന്താ കിട്ടിയത്? ഇത് റെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ എന്താ കിട്ടിയത്? ഇക്വേഷൻ ആണ് ആൽഫ 1 അല്ലേ? ആ, അതായത് പറയൂ. ആൽഫ 1 3 ആൽഫ 1ന്റെ വാല്യൂ, അതായത് ആദ്യത്തിന്റെ ബേസിസിന്റെ വാല്യൂ. അല്ല, ഇവിടെ കിട്ടുന്ന ഐഗൺ വെക്ടേഴ്സ് നിങ്ങൾക്ക് എത്രണ്ണം കിട്ടി എവിടാ ഈ കേസില്? അത് ഒരെണ്ണേ കിട്ടുന്നുള്ളൂ. ഒരെണ്ണം കിട്ടുന്നുള്ളൂ. ഒരെണ്ണം നമുക്ക് കിട്ടും അവിടെ. ഏതോ ഒന്നിന്റെ മൾട്ടിപ്പിൾസ് ആണോ ഇത്? ഐഗൺ വെക്ടേഴ്സ് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല അവിടെ ഉണ്ടാവുക, ബേസിസിൽ ഒരു എലിമെന്റ് കിട്ടിയിട്ടുണ്ടാവുക. നമുക്കൊന്ന് ചെയ്യാം. R2 എന്ന് പറഞ്ഞാൽ ഞാൻ 4 R2 പ്ലസ് R1 എഴുതാണ്. അപ്പം ഇത് പറഞ്ഞാൽ 4 മൈനസ് 6 മൈനസ് 6 0. ഫസ്റ്റ് എലിമെന്റ് 4 ഇൻറ്റു R2 ആകുമ്പോൾ -4 പ്ലസ് 4 0 ആവും. 4 ഇൻറ്റു 3 12 12 മൈനസ് 6 എന്ന് പറയുമ്പോൾ 6 ആവും. 4 ഇൻറ്റു 2 8 8 മൈനസ് 6 എന്ന് പറയുമ്പോൾ എത്ര 2 വരും. അതുപോലെ R3 ഐ വിൽ മേക്ക് എസ് 4/3 R3 മൈനസ് R1. അങ്ങനെ ഏതെന്ത് വരും? ഫസ്റ്റ് എലിമെന്റ് എന്ത് വരും? അപ്പൊ എന്താ വരിക? 4/3 ഇൻറ്റു R3 ഇൻറ്റു 3 മൈനസ് 4 എന്ന് വരും. 3 ഇൻറ്റു 3 ക്യാൻസൽ ആവും. 4 മൈനസ് 4 0 വരും. ഓക്കെ, ഇനി മറ്റത് 4/3 ഇൻറ്റു -6 മൈനസ് ഓഫ് -6 എന്ന് വരും. അതായത് +6 എന്ന് വരും. അപ്പോൾ ഇത് -2. അപ്പോൾ -8 + 6 എന്ന് പറയുമ്പോൾ -2 വരും. അതുപോലെ ലാസ്റ്റ് എൻട്രി പറഞ്ഞാൽ -5 4/3 ഇൻറ്റു -5 + 6 എന്ന് വരും. സോ -20/3 + 6 എന്ന് വരും. 4/3 ഇൻറ്റു -5 -20/3 + 6 എന്ന് വരും. അതായത് -20 + 6/3 -2/3 വരും അല്ലേ? 0 വരും. ഓക്കെ, സോ ഈ R1 R2 R3 ഇനി ഞാൻ ഫർദർ റെഡ്യൂസ് ചെയ്യാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം R3നെ ഞാൻ 3 ഇൻറ്റു R3 പ്ലസ് R2 എന്ന് എഴുതി. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 4 മൈനസ് 6 മൈനസ് 6 0 0 6 2 0. 3 ഇൻറ്റു R3 ചെയ്യുമ്പോൾ -6 ആവും. അപ്പോൾ +6 ആകുമ്പോൾ 0 ആവും. അതുപോലെ 3 3 ക്യാൻസൽ ആവും. ഇതും 0 ആവും 0 ആവും. അപ്പോൾ R1 R2 R3. ഇനി ഇത് വേണം ഡിവൈഡ് ചെയ്യാം, ബൈ 6 ഡിവൈഡ് ചെയ്യാം. ഞാൻ അത് ചെയ്യുന്നില്ല. സോ when I back substitute, what I get is like this 0 6 2 0 0 0 into
x1, x2, x3 will be equal to 0, 0, 0. So when I solve this thing, I get two equations. You can see here, second set of equations 6x2 plus 2x3 ആണ് 0 ആയിരിക്കും. അപ്പോൾ 6x2 എന്ന് പറഞ്ഞാൽ -2x3 ആയിരിക്കും, അല്ലെങ്കിൽ 3x2 എന്ന് പറഞ്ഞാൽ -x3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സംഭവം ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ 4x1 - 6x2 - 6x3 = 0 ആണ്. So we get here, this I can divide throughout by 2. So I get 2x1 - 3x2 - 3x3 = 0, where 3x2 is -x3. So 2x1 plus x3 minus 3x3 = 0 എന്ന് വരും. അപ്പോൾ 2x1 is equal to 2x3, അല്ലെങ്കിൽ x1 equal to x3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് നമ്മളെ വെക്ടറിന്റെ പ്രത്യേകത എങ്ങനെയാണ്, ആ വെക്ടറിന്റെ ഫസ്റ്റ് കോർഡിനേറ്റും തേർഡ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റ് പറഞ്ഞാൽ തേർഡ് കോർഡിനേറ്റിന്റെ ഡിവൈഡ് ബൈ 3 ആയിരിക്കും. സോ x2 will be equal to -x3/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക വെച്ചാൽ, so let me take, if I take here x3, my x2 is -x3/3, my x1 is x3 itself. So x1, sorry x3 അല്ലേ, കാരണം ഞാൻ എല്ലാ ഒരു വേരിയബിൾ എഴുതാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ x3 into, ഇതിന് നമുക്ക് വേണമെങ്കിൽ x3 into 1 - 1/3 1 എഴുതാം. അപ്പോൾ നമ്മളെ വെക്ടേഴ്സ് പറഞ്ഞാൽ ഈ ഒരു ഫോമുല ഉണ്ടാവുക. ഇതാണ് നമ്മളെ ഐഗൻ വെക്ടേഴ്സിന്റെ സ്പേസ്. ഈ x3 റിയൽ നമ്പർ ഇടാം. ഓക്കെ, ഇറ്റ് കൻ ടേക്ക് എനി റിയൽ നമ്പർ. അപ്പോൾ അങ്ങനത്തെ ഏത് റിയൽ നമ്പർ കൊടുത്താലും കിട്ടുന്ന ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടാവും. ആ മൊത്തം വെക്ടേഴ്സും ഈ ഐഗൻ സ്പേസിൽ ഉണ്ടാവും. പക്ഷെ ഇതിനെ ജനറേറ്റ് ചെയ്യാൻ ഒരു വെക്ടർ മതി, ഈ വെക്ടർ മതി. കാരണം എല്ലാ വെക്ടറും ഈ ഒരു വെക്ടറിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം ഈ വെക്ടർ മതി ബേസിസിൽ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് എടുക്കുക ബേസിസിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ x3ക്ക് ഞാൻ 3 കൊടുക്കാന്ന് വിചാരിച്ചോളൂ. x3ക്ക് 3 കൊടുത്താൽ എന്താവും, 3 into 1 - 1/3 1 വരും. അതായത് 3 - 1 3 എന്ന് വരും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വെക്ടർ ഇതാണ്. ആ ഫ്രാക്ഷൻ ഒഴിവാക്കി വേണ്ടി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്പേസിലുള്ള ഏത് വെക്ടർ വേണമെങ്കിലും ബേസ് ആക്കി എടുക്കാം. ഇത് തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ x3ക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്താൽ നമുക്ക് ഒരു വെക്ടർ കിട്ടും, അത് ബേസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വെക്ടർ കിട്ടുന്നത്. ശരിക്കും ബേസിസിൽ ഒരു വെക്ടർ കിട്ടുന്നത് ഇവിടെ അതുകൊണ്ടാണ്. കാരണം ഒരു വെക്ടർ മതി ഈ മൊത്തം സ്പേസിന് ജനറേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് α1 കിട്ടും. ഇങ്ങനെയാണ് നമ്മളിവിടെ ഒരു ബേസിസ് എലമെന്റ് കിട്ടുന്നത് നമുക്ക്. പിന്നെ ഇതേപോലെ നമ്മൾ ഈ സെക്കൻഡ് കേസ്, അതായത് x = 2 ഇതുപോലെ സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കിട്ടും. ഇതുപോലെ കുറച്ച് കണ്ടീഷൻസ് കിട്ടും. ഈ x1 = 2, അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനത്തെ വെക്ടർ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത വെക്ടേഴ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുങ്ങൾ എന്നാൽ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കിട്ടും. അതിൽ പറയുന്നുണ്ട് ലാസ്റ്റിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ് കിട്ടാന്ന് പറയേണ്ടത്. x1 = 2x2 + 2x3 ഫോമുല കിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ അതിന്റെ മീനിങ് ഇതിൻ്റെ അകത്ത് എത്ര ഫ്രീ വേരിയബിൾസ് ചൂസ് ചെയ്യാം. നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്യണം. നമ്മൾ മോള് സോൾവ് ചെയ്തില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടിയില്ലേ. അത് ഇതുപോലെ ഒന്ന് കിട്ടി, ഇതുപോലെ ഒന്ന് കിട്ടി. പക്ഷെ രണ്ടാമത്തെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ a - 2y = y = 0 സോൾവ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഇക്വേഷൻ ആണ്. ഇപ്പോൾ x1 - 2x2 - 2x3 = 0 എന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് ഇൻ 3 അൺനോൺസ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, എങ്ങനെ സൊല്യൂഷൻസ് കാണാം. അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? പെട്ടെന്ന് പറയും, എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? ഇതില് 2 വേരിയബിൾസ് കൊടുക്കില്ലേ? അതെ, ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതായത് ഈ കേസിൽ 2 വേരിയബിൾസ് നമുക്ക് കോൺസ്റ്റൻസ് ആയി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ x2ന് ഞാൻ a എന്നും x3ക്ക് ഞാൻ x2ന് ഞാൻ a എന്നും
എക്സ് ത്രീക്ക് ഞാൻ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് വൺ എന്ന് പറഞ്ഞാൽ 2a + 2b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ വെക്ടേഴ്സിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് വന്ന ഒരു 2a + 2b ആയിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ് എ, തേർഡ് കോർഡിനേറ്റ് ബി ആയിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എയും ബിയും രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതണം? a ഇൻറ്റു 2 1 0 പ്ലസ് ബി ഇൻറ്റു അങ്ങനെ എഴുതാം 2 0 1 അങ്ങനെ എഴുതി കൂടെ ഈ സാധനത്തിന് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അതിന്റെ മീനിങ് ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ റാങ്ക് 2 ആണോ നോക്കിയാൽ മതി. രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണോ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ മെട്രിക്സിന് റാങ്ക് 2 ആണോ? റാങ്ക് 2 ആണ്. കാരണം ഇത് 2/3 3/2 മെട്രിക്സ് ആണ്. റാങ്ക് എപ്പോഴും മിനിമം ഓഫ് 2 and 3 ചെറുതായിരിക്കും. ചെറുതല്ല, ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ മിനിമം മാക്സിമം റാങ്ക് 2 വരുള്ളൂ. ആൻഡ് 2/2 ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് വിച്ച് ഇസ് നോൺ സിംഗുലർ. അപ്പം ഇറ്റ് ഇസ് റാങ്ക് ഇസ് നത്തിങ് ബട്ട് ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് നോൺ സിംഗുലർ സബ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ റാങ്ക് 2 ആണ്. അപ്പോൾ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സും കൂടെ കിട്ടും. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ബേസിസിൽ ചൂസ് ചെയ്യാം. അപ്പം എക്സ് ഈക്വൽ ടു 2 എന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സിന്റെ ബേസിസിൽ നമുക്ക് രണ്ട് എലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്, ആൽഫ 2 ആൽഫ 3. ഇനി ഇവരുടെ യൂസ് ചെയ്യാം. ഈ ആൽഫ 2 ആൽഫ 3 നമുക്ക് ആദ്യം കിട്ടിയ ഒരു വെക്ടർ അല്ലേ, അതും കൂടി കൂടിയിട്ടാണ് നമ്മൾ ആ പി മെട്രിക്സ് ഫോം ചെയ്യുക. അതായത് 3 -1 3 എടുക്കുക ആദ്യത്ത്, പിന്നെ ഈ 2 1 0 ഈ 2 0 1 ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളെ പി മെട്രിക്സ് ഫോം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പി ഇൻവേഴ്സ് എ ഇൻറ്റു പി കണ്ടാൽ നമുക്ക് ആ ഡയഗണൽ മെട്രിക്സ് കിട്ടും. ഡയഗണൽ മെട്രിക്സിൽ ആദ്യം വരിക ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വെക്ടർ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വെക്ടർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ വരും. പിന്നെ ബാക്കി സെക്കൻഡ് വെക്ടർ, പിന്നെ തേർഡ് വെക്ടർ, ബാക്കി എല്ലാം 0 ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്കത് ഡയഗണലൈസ് ചെയ്താൽ വരിക. അതായത് പി ഇൻവേഴ്സ് എ പി കണ്ടാൽ നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് ഇങ്ങനെ കിട്ടും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ, നമുക്കൊരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റി ആൽഫ 1 ആൽഫ 2 ആൽഫ 3. ഓക്കെ, സോ ഔട്ട് ഓഫ് വിച്ച് all are actually എന്താണ് ഐഗൻ വാല്യൂസ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് അവർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് this matrix is diagonalizable or indirectly the transformation representing that matrix is diagonalizable. Okay, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെട്രിക്സ് നമുക്ക് ഈ ഒരു കേസ് എക്സാമ്പിൾ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ അത് ഡയഗണലൈസബിൾ ആണെന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? അനീഷ മനസ്സിലായോ? സർ മനസ്സിലായി. Okay, so next one, okay, you can mute your mic. So next one, in yesterday's class we have done this result. We have done a characterization for diagonalizability. Okay, operators and diagonalizability നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തു. ഇതായിരുന്നു രണ്ട് കണ്ടീഷൻസ്. അതായത് ഒരു ടി എന്ന ലീനിയർ ഓപ്പറേറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, which is actually having distinct eigenvectors as c1 c2 etc ck, and wi is a null space of t minus ca ആണെങ്കിൽ t is diagonalizable if and only if, ശ്രദ്ധിക്കണം, t is diagonalizable if and only if this statement, അതായത് ഇത് t diagonalizable ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും, അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ t diagonalizable ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്യാരക്ടറൈസേഷൻ ആണ്, ഡയഗണലൈസബിലിറ്റിക്കുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഈ C1 എന്ന് പറഞ്ഞ ഐഗൻ വാല്യൂന്റെ ഐഗൻ ബേസിന്റെ ഐഗൻ സ്പേസിന്റെ ഡയമെൻഷൻ di ആയിരിക്കും, അതായിരിക്കും ഇവിടെ പവർ വരിക. രണ്ടാമത്തെ കേസ് കാണുകയാണെങ്കിൽ എക്സ് മൈനസ് സി കെ പവർ ഡി കെ, അതായത് അതുപോലെ wk എന്ന സ്പേസ്, അതായത് സി കെ എന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസ് ആണ് wk. ഇപ്പോൾ wk ഡയമെൻഷൻ dk ആയിരിക്കും, അതന്നെ ആയിരിക്കും നമ്മുടെയും പവർ വരുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ടി ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, ഈക്വൽ കണ്ടീഷൻ ആണ്. അതേപോലെ വേറൊരു ക്യാരക്ടറൈസേഷൻ ആണ് ഇത്, അതായത് wi's എല്ലാം null space of t minus ci's ആണ്. ഓക്കെ, c1 c2 etc ck are distinct eigen values of t. എങ്കിൽ t ഡയഗണലൈസബിൾ ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് v എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഓഫ് w1 etc പ്ലസ് ഡയമെൻഷൻ ഓഫ് wk ആയിരിക്കും. ശരിക്കും ഇത് നമ്മളെ ക്യാരക്ടറൈസേഷൻ ഇതാണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, t ഡയഗണലൈസബിൾ ആണെങ്കിൽ w1 പ്ലസ് w2 etc പ്ലസ് wk പറഞ്ഞ v ആയിരിക്കും. If this is true, then
T is diagonalizable. Also, if T is diagonalizable, then this will be true. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ലീഫ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, രണ്ട് ഈക്വൽ ലീഫ് കണ്ടീഷൻസ് ആണ്. പക്ഷെ ഇതിനൊക്കെയുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒബിയസ്ലി നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇവിടെ ഈ എല്ലാ ഐഗൻ സ്പേസും കാണണം, ഡയമെൻഷൻ കാണണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഇത് ഈ ക്യാരക്ടറൈസേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞ ഇറ്റ്സ് ഇക്വലൻ ടു ദാറ്റ് ക്യാരക്ടറൈസേഷൻ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു AM ഓഫ് ഈച്ച് ഐഗൻ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു GM ഓഫ് ഈച്ച് ഐഗൻ വാല്യൂ അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരുന്നത് വെച്ചാൽ AM ഓഫ് C1 എന്താ വരിക? ഇങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരുന്നതെങ്കിൽ AM ഓഫ് C1 എന്താ വരിക? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് C1 എന്താ വരിക? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ആ C1 എന്ന ഐഗൻ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. എത്ര വരിക? D1 അല്ലേ? D1 വരും. അതുപോലെ C2 എടുക്കുകയാണെങ്കിൽ D2 അങ്ങനെ വരും. അപ്പം ഇവിടെ എത്ര ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് C1? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് C1 എത്ര? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ C1 എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂവിന്റെ ഐഗൺ സ്പേസ്, അതായത് ഐഗൺ വെക്ടേഴ്സിന്റെ സ്പേസ്, അതിന്റെ ഡയമെൻഷൻ ആണ് ഞാൻ ചോദിക്കുന്ന സാധനം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്. ഡയമെൻഷൻ ഓഫ് W1 എന്താണ്? D1 ആണ്. ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറഞ്ഞാൽ D1 ആണ്. W1 എന്താണ്? C1 എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന എല്ലാ ഐഗൺ വെക്ടേഴ്സിന്റെ ആ കളക്ഷൻ ഉണ്ടല്ലോ, ആ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് D1. ആ സ്പേസ് ആണ് W1. ഇവിടെ ഓൾറെഡി നമ്മൾ എടുക്കുന്നുണ്ട് ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറഞ്ഞാൽ D1 ആണെന്ന് പറയുന്നുണ്ട്. ആ D1 ശരിക്കും എന്താ? ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയോ C1 ആണ്. അതായത് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ആണ് ഇവിടെ നമ്മൾ പറയുന്നത് ശരിക്കും. ഡയമെൻഷൻ ഓഫ് W1 ഈക്വൽ ടു D1 എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് C1 എന്ന് പറഞ്ഞാൽ D1 ആണെന്നാണ് എന്റെ മീനിങ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ റിസൾട്ട്. അതായത് ഇത് ശരിയാണെങ്കിലും ഇത് ഈക്വൽ ലീഫ് കണ്ടീഷൻ ആണ്. എല്ലാ സിക്കും എല്ലാ ഐഗൺ വാല്യൂസിന്റെയും AM-ഉം GM-ഉം സെയിം ആണെങ്കിൽ T ഡയഗണലൈസബിൾ ആയിരിക്കും. അതുപോലെ T ഡയഗണലൈസബിൾ ആണെങ്കിൽ എല്ലാ ഐഗൺ വാല്യൂസിന്റെ AM-ഉം GM-ഉം സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കുറച്ചൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് നമ്മൾ ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേറെ ഒരു ക്യാരക്ടറൈസേഷൻ കൂടി ഉണ്ട്, ഒരു ബെഞ്ച് മാർക്ക്. ഞാൻ പറഞ്ഞ ഒരു 3 ക്യാരക്ടറൈസേഷൻ നമ്മൾ കാണുന്ന ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ആ മൂന്നാമത്തെ ക്യാരക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്ത എയിം ഈ ചാപ്റ്ററിലുള്ള T ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ടെക്നിക്കും കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മൾ ബേസിക്കലി പ്രോബ്ലംസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതാണ് നമ്മൾ അടുത്ത എയിം. ഓക്കെ, നമ്മൾ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ പഠിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത എയിം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെപ്പറ്റി റിസൾട്ട്സ് പറഞ്ഞ ശേഷം ലാസ്റ്റ് നമ്മൾ ആ ക്യാരക്ടറൈസേഷൻ ചെയ്യുക. ആ ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 6.4 കഴിയും, ആ സെക്ഷൻ കഴിയും. ഓക്കെ, ഇപ്പം നമ്മൾ 6.3 ഡിസ്കസ് ചെയ്തിട്ടില്ല. 6.3 6.4ന്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. നമ്മൾ റാങ്ക് തിയറം പഠിച്ച പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് ഈ മിനിമൽ പോളിനോമിയൽ വെച്ചിട്ട് ഡയഗണലൈസബിലിറ്റി ക്യാരക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളെ മെയിൻ കോൺട്രിബ്യൂഷൻ ഈ ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ എയിം പറഞ്ഞാൽ അതിലേക്ക് പോകാന്നാണ് നമ്മളെ എയിം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, സോ ഇപ്പോൾ ഡയഗണലൈസബിലിറ്റി നമ്മൾ 2 ഇത് കണ്ടു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറൈസേഷൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്യാരക്ടറൈസേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്നലെ ചെയ്യാൻ പറഞ്ഞ പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്യാൻ പറഞ്ഞ പ്രോബ്ലത്തിൽ എന്തൊക്കെയായിരുന്നു, എന്തായിരുന്നു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയത്? എന്താ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയത് ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ? അത് ഇപ്പൊ രാവിലെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ x -1 into x-1 into x-2 ഹോൾ സ്ക്വയർ അല്ലേ? അതെ. അപ്പൊ ഇതില് ഇവിടെ C1 C2 CK എന്ന് ഇവിടെ ആകെ 2 ഉള്ളൂ. ഇത് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് എന്നാൽ 1 ഉം 2 ആണ്. അതായത് ഇവിടെ C1 ഉം C2 മാത്രമേ ഉള്ളൂ ഈ തിയറം വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ. അങ്ങനെയെങ്കിൽ T ഡയഗണലൈസബിൾ ആവാൻ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇത് ചെക്ക് ചെയ്താൽ മതി എന്ന് അവർ പറയുന്നത്. അത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് T ഒരു ഫോം, ഇങ്ങനത്തെ ഒരു ഫോമിൽ തന്നെ കിടക്കുന്നു അല്ലെ? x - C1 into x - C2 പവർ dk ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. x - C1 പവർ സം D1 into x - C2 പവർ സം D2 ഫോമിലാണ് കിടക്കുന്നത്. വേർ C1 എന്ന് പറഞ്ഞാൽ 1 ആണ്, C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐഗൺ വാല്യൂ 2 ആണ്, D1 എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 ആണ്. തൽക്കാലം അതെന്താ ഇവിടെ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല 1, അപ്പോൾ D1 1 ആണ്. D2 എന്താണ്?
ടു എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? ടു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത് x-2 × x-2 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അത് ഐഗൻ വാല്യൂസ് കാണുമ്പോൾ ഇങ്ങനെ വരും, x-2 × x-2 അത് ഈക്വൽ ടു 0 ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് x ഈക്വൽ ടു 1ഉം 2ഉം കിട്ടുന്നത്. അപ്പോൾ d2 പറഞ്ഞാൽ 2 ആണ്. അപ്പം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈ ഒരു ഫോമിൽ തന്നെയാണ്. ആൻഡ് ഇത് ശരിയാണോ ചെക്ക് ചെയ്യണം. ഡയമെൻഷൻ ഓഫ് w1 ഈക്വൽ ടു d1, ഡയമെൻഷൻ ഓഫ് w2 ഈക്വൽ ടു d2 ആണോ നമുക്ക് കിട്ടിയത്? നമുക്ക് എത്ര ഡയമെൻഷൻ ഓഫ് w1 കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ രാവിലെ ചെയ്തപ്പോൾ? w1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എന്ന പറഞ്ഞ ഐഗൻ വാല്യൂവിന്റെ ഐഗൻ സ്പേസിന്റെ ഡയമെൻഷൻ എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അത് 1 2 ആണ് അല്ലേ കിട്ടിയത്. കിട്ടുന്നത്? 2 ആ കിട്ടിയത്, നമുക്ക് 1 ആ കിട്ടിയത്. 1ന്റെ കേസിൽ 1 അല്ലേ? 1 ആ കിട്ടിയത്, ഒരു വെക്ടറാ കിട്ടിയത്. -3 അല്ല സോറി 3 - 1 3 ആ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെക്ടറാ കിട്ടിയിട്ടുണ്ടായിരുന്നു ബേസിസിൽ. അപ്പോൾ 1 ആ ഡയമെൻഷൻ. ഡയമെൻഷൻ ഓഫ് w2 പറഞ്ഞാൽ 2 എന്ന ഐഗൻ വാല്യൂവിന്റെ ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ഡയമെൻഷനിൽ 2 എലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 201ഉം 210. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ നമുക്ക് 2 ആ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഈക്വൽ ടു d1 d2 ആണോ? d1 എന്താ? 1 ആണ്, ശരിയാണ്, d1 തന്നെയാണ്. d2 എന്താ? 2 ആണ്. അപ്പോൾ ഇത് d2 ഈക്വൽ ടു d2 തന്നെയാണ്. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതിന്റെ മീനിങ് അല്ലേ. അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈ ഒരു ഫോമിൽ തന്നെയാണ്, അത് ശരിയാണ്. അതുപോലെ ഡയമെൻഷൻ ഓഫ് w1 ഈക്വൽ ടു d1 ആണ്, ഡയമെൻഷൻ ഓഫ് w2 ഈക്വൽ ടു d2 ആണ്. അപ്പൊ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ആ മെട്രിക്സ് ഡയഗണലൈസിബിൾ ആണ് എന്ന് പറയാം. യൂസിങ് ദിസ് റിസൾട്ട് ഇറ്റ്സെൽഫ് വി കാൻ സേ ഇറ്റ് ഈസ് ഡയഗണലൈസിബിൾ. നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പൊ രാവിലെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? പി ഇൻവേഴ്സ് എ പി നമുക്ക് കിട്ടുന്നത് വേറെ ഒന്നല്ല, ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. അതായത് 1 2 2 0 0 എന്ന് കിട്ടി. അതായത് ഈ ഒരു മെട്രിക്സ് ഡയഗണലൈസിബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിസൾട്ട്, ഈ ഒരു മെട്രിക്സ് ഡയഗണലൈസിബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തതും നമുക്ക് കിട്ടിയതൊക്കെ സെയിം തന്നെയാണ് അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്. പക്ഷേ ഇത് കാണാൻ നമുക്ക് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു. നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു, പിന്നെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു, ഡയമെൻഷൻ കണ്ടുപിടിച്ചു, ഇതൊക്കെ ചെക്ക് ചെയ്തു, എന്നിട്ടാണ് നമുക്കിത് ഡയഗണലൈസിബിൾ എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ മിനിമൽ പോളിനോമിയലിന്റെ കേസിലേക്ക് ചില കേസിലൊക്കെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മിനിമൽ പോളിനോമിയൽ എന്ന കാര്യം നോക്കാം. Is it okay? Shall we move forward? Okay, so we'll see what is a minimal polynomial. So before going to minimal polynomial, we have the notion of annihilating polynomials. So annihilating polynomials endanu nokam. So we have already discussed linear functionals in the case we have discussed. If you remember some functionals, isn't it? Set of functionals which annihilate a particular set. All those things we have done, isn't it? So you may have an idea of what is the meaning of that annihilating polynomials. So given any problem is given any linear operator, ഏത് ലീനിയർ ഓപ്പറേറ്റർ നിങ്ങൾ ടി എന്ന് എടുത്താലും എൽ ഓഫ് ബി എന്ന് എടുത്താലും, ക്യാൻ യു ഫൈൻഡ് എ പോളിനോമിയൽ, ഒരു പോളിനോമിയൽ എഫ് കണ്ടുപിടിക്കാൻ പറ്റുമോ സച്ച് ദാറ്റ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണ് ചോദ്യം. അപ്പം ബേസിക്കലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ക്യാൻ സി an example here. If T is a linear operator in V, okay, T is a linear operator in V, and suppose this what I've written here is actually a matrix of T with respect to some basis. Okay, അങ്ങനെയെങ്കിൽ how we can tell that whether there exists an annihilating polynomial for T എന്നാണ് ചോദ്യം. അതായത് എഫ് ഓഫ് ടി 0 ആയിരിക്കണം, അങ്ങനത്തെ ഒരു annihilating polynomial ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ, അതിന് ആൻസർ ഞങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എഫിനെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എഫ് നിങ്ങൾ ഇങ്ങനെ എടുക്കുക. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ t² - 2t എന്ന് എടുക്കാം. ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ എഫ് ഓഫ് എ എന്താണ്? എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ a² - 2a ആയിരിക്കും. ടിക്ക് എ എന്ന് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ a² - 2a ആയിരിക്കും. a² - 2a എന്താ? a² എന്താ വരിക ഈ മെട്രിക്സിന്? ഈ മെട്രിക്സിന്റെ a² എന്ന് പറഞ്ഞാൽ you can verify if you find a² what you get 1 1 1 1 into 1 1 1 1. എത്ര വരിക?
മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എല്ലാം ഇത് 2 അല്ലേ? 2 കിട്ടും. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2 ടൈംസ് 1 1 1 1 അല്ലേ? അപ്പൊ എ ഇൻറ്റു എ, അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2 ടൈംസ് എ എന്ന് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് കിട്ടിയില്ലേ? ഇത് എ ഇൻറ്റു എ ആണ് മോളിൽ നമ്മൾ ചെയ്തത്. എ ഇൻറ്റു എ നമുക്ക് ഇങ്ങനെ കിട്ടി. അത് ശരിക്കും 2 ഇൻറ്റു എ എന്ന് തന്നെ, കാരണം എ എന്ന മെട്രിക്സ് ഇതാണ്. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് കിട്ടി. അല്ലെങ്കിൽ എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് ആണ് അല്ലെ? എ സ്ക്വയർ മൈനസ് 2 എന്താ കിട്ടുക? ഇതാണ് നിങ്ങളെ എ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 2 ചെയ്താൽ എന്താ കിട്ടുക? കിട്ടുന്ന മെട്രിക്സ് ആണ് 0 മെട്രിക്സ് ആണ്. അതായത് എ സ്ക്വയർ മൈനസ് 2 0 ആണ്. So if you take f of t to be t square minus 2a, what you can see is that f of a is 0 matrix. So this f is actually an annihilating polynomial for the matrix A. അപ്പോൾ എന്താ annihilating polynomial എന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക്. എന്താണ് annihilating polynomial എന്ന് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും. കാരണം എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2a ആണ്. എഫ് ഓഫ് ടി ഇങ്ങനെ എടുത്താൽ അപ്പം എഫ് ഓഫ് നമ്മൾ ആ എ എന്ന മെട്രിക്സിന്റെ എഫ് വാല്യൂ കാണുമ്പോൾ നമുക്ക് 0 മെട്രിക്സ് കിട്ടും. അങ്ങനത്തെ എല്ലാ എഫുകളുമാണ് ശരിക്കും നമ്മൾ ഈ മെട്രിക്സിന്റെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് എന്ന് പറയാം. ഓക്കെ, ഈ മെട്രിക്സിന്റെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് എന്ന് പറയാം. Can you suggest one more annihilating polynomial for this? ആർക്കെങ്കിലും വേറൊരു പോളിനോമിയൽ പറഞ്ഞു? അത്രേ ഉള്ളൂ. അതായത് എഫ് ഓഫ് എ 0 ആവണം. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് ടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതാണ് ചോദ്യം. ഇത് ക്ലിയർ അല്ലേ? ഇപ്പൊ ആണ് ചെയ്ത് ക്ലിയർ ആയോ? ഒരു മെട്രിക്സ് എടുത്തു നമ്മൾ, അതിന്റെ അനിഹിലേറ്റിംഗ് പോളം കണ്ടുപിടിച്ചു. അതായത് ആ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ആ എ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 0 മെട്രിക്സ് ആയിരിക്കും. അത്രേ ഉള്ളൂ. Can you suggest one more annihilating? This is not actually annihilating polynomials are not unique. We have a number of annihilating polynomials. ഒരുപാട് annihilating polynomials ഉണ്ട്. Later on we'll see that ആ annihilating polynomialsന്റെ ആ സെറ്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടുപേര് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും ഒന്ന് മിനിമം പോളിനോമിയൽ ആയിരിക്കും. അതാണ് നമ്മൾ പഠിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് അനിഹിലേറ്റിംഗ് പോളിനോമിയലാണ്. ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ എഫ് ഓഫ് ടി നിങ്ങൾ ടി സ്ക്വയർ മൈനസ് 2t എടുത്തല്ലോ. ഈ എഫ് ഓഫ് ടിനെ ഞാൻ ജസ്റ്റ് ഈ ടി സ്ക്വയർ മൈനസ് 2t ഇൻറ്റു ഒരു ടി ക്യൂബിന് എടുത്തെന്ന് വിചാരിക്കാം. ടി ക്യൂബിന് എടുത്തെന്ന് വിചാരിക്കാം. അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആവുമോ? അപ്പൊ എഫ് ഓഫ് എ എന്താ ആവും? കാരണം എന്താ എഫ് ഓഫ് എ എന്താ വരിക? എഫ് ഓഫ് എ പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2a ഇൻറ്റു എ ക്യൂബിന് വരും. പക്ഷേ എ സ്ക്വയർ മൈനസ് 2 നമുക്ക് ഓൾറെഡി 0 കിട്ടിയല്ലോ. അപ്പൊ ആ 0 മെട്രിക്സ് ഇൻറ്റു എ ക്യൂബ് ചെയ്യുന്ന സാധനം മൾട്ടിപ്ലൈ എന്താ കിട്ടുക? എന്തായാലും 0 മെട്രിക്സ് അല്ലേ കിട്ടുള്ളൂ. കാരണം എ സ്ക്വയർ മൈനസ് 2 നമുക്ക് ഓൾറെഡി നമുക്ക് എന്തറിയാം? 0 എന്നറിയാം. ഫുൾ 0 ആയിട്ടുള്ള 4 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് എ സ്ക്വയർ മൈനസ് 2a എന്ന മെട്രിക്സ് അല്ലേ? എ സ്ക്വയർ മൈനസ് 2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0 0 0 0 ആണെന്ന് കണ്ടുപിടിച്ചു. എ ക്യൂബ് എന്താ കിട്ടുക? എ ക്യൂബ് എന്താ കിട്ടുക? എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 2 2 2 2 ആണ് എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യുക. അപ്പൊ എന്താ വരിക? 2 ഇൻറ്റു 1 അപ്പോൾ 4 4 4 4 എന്ന് വരും അല്ലേ? അപ്പൊ 0 0 0 0 മെട്രിക്സ് ഇൻറ്റു 4 4 4 4 മെട്രിക്സ് എന്താ വരിക? എല്ലാം 0 അല്ലേ വരിക? അപ്പൊ ഇതൊരു അനിഹിലേറ്റിംഗ് പോളിനോമിയലാണ് ഈ സെയിം മെട്രിക്സിന്റെ. ഇതുണ്ട്, ഇതും ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. That means we have number of annihilating polynomials for A, and since we have a unique identification for a matrix A with a transformation there, ഈ എഫ് ഓഫ് ഈ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എഫ് പറഞ്ഞാൽ അതിന് എഫ് ഓഫ് ടിയും 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് 2t. ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് 2t, അതും 0 ഓപ്പറേറ്റർ ആയിരിക്കും. അത് 0 ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, so if you have a linear operator t on V, and if the corresponding matrix associated with the transformation with respect to some basis is B, so some basis beta is A ആണെങ്കിൽ എന്റെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് തന്നെയാണ് എഫിന്റെ ടീന്റെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ആയിട്ടും വരിക. അപ്പൊ നമുക്ക് കാണാം, ഒരു പോളിനോമിയൽ നമ്മൾ ഒരു ടി നമ്മൾ എടുത്തപ്പോൾ ഇവിടെ ആ ടിക്ക് കറസ്പോണ്ടിങ് ചെയ്ത് നമുക്ക് ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ അല്ല ഒന്ന് കൂടുതൽ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റി ഒരു സിംഗിൾ എക്സാമ്പിളിൽ. ഇതൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ഇത് ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസിസിൽ വരുന്ന സ്റ്റാൻഡേർഡ് ബേസിസിലുള്ളൊരു ടി മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
സോ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടി. ഈ ഒരു കേസിൽ വി വർ ഏബിൾ ടു ഫൈൻഡ് ആൻ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എഫ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ ഇൻ ജനറൽ ഏത് ടി എടുത്താലും നമുക്ക് അത് പറയാൻ പറ്റുമോ, എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ എന്താണെന്ന് ക്ലിയർ ആകാൻ വേണ്ടി മാത്രം ഞാൻ ഒരു പെർട്ടിക്കുലർ കേസ് എടുത്ത് കാണിച്ചു തന്നത്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ ഒരു എൽ ഓഫ് ബി ഏത് ടി എടുത്താലും അതിന് അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. ഇൻഡയറക്ട്ലി ആ ടീന്റെ മെട്രിക്സിന് അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. സോ ലെറ്റ് us see that. നമുക്ക് നോക്കാം. അപ്പോൾ given a finite dimensional vector space and a linear operator t, does there exist an f so that f of t is equal to 0? That is the question. അതായത് ഏത് ടി എടുത്താലും നിങ്ങൾ എൽ വിന്ന് ഏത് ടി എടുത്താലും നിങ്ങൾക്ക് ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആൻസർ എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, ഇറ്റ്സ് പോസിബിൾ എന്നാണ് ആൻസർ. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ് ആൻസർ. അതിനുള്ള പ്രൂഫ് ഇതാണ്. Suppose you take dimension of v is equal to n. Suppose you take v to be a finite dimensional vector space. Okay, and dimension of v n ആണ് എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ ഓഫ് എൽ വി എന്തായിരിക്കും? എൽ വി എന്ന് പറയുന്നത് എൽ വി വി ആണ്. ഓക്കെ, ഇത് വിന്ന് വിയിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും ആണ് എൽ വി, ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ് എൽ വി എന്ന് പറയുന്നത്. എൽ വിന്റെ ഡയമെൻഷൻ എന്താ? എൽ വി വി അല്ലെങ്കിൽ എൽ വി ഒരു വെക്ടർ സ്പേസ് ആണ്. ഓൾറെഡി നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഈ ഫോമിലായിരുന്നു. എൽ വി ഡബ്ല്യു വെക്ടർ സ്പേസ് ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ആ ഡബ്ല്യു എന്ന് പകരം വി എടുത്താലും ഈ തിയറത്തിന്റെ സ്പെഷ്യൽ കേസ് മാത്രമാണ് എൽ വി വി. അപ്പം എൽ വി വിയും ഒരു വെക്ടർ സ്പേസ് ആണ്. ഈ സ്പേസിന്റെ ഡയമെൻഷൻ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിന്റെ ഡയമെൻഷൻ എമ്മും ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എന്നും ആണെങ്കിൽ, അല്ല വിന്റെ എന്നും ഡബ്ല്യുവിന്റെ എമ്മും ആണെങ്കിൽ എം ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കേസ് രണ്ടും എൻ ആണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എൻ സ്ക്വയർ വരും. അപ്പൊ ഓബിയസ്ലി ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എൻ സ്ക്വയർ ആണെങ്കിൽ ആ വെക്ടർ സ്പേസിന്റെ അകത്തുനിന്ന് നിങ്ങൾ എൻ സ്ക്വയർ പ്ലസ് 1 എലിമെന്റ്സ് എടുത്താൽ ആ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആവുമോ? ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എൻ സ്ക്വയർ ആണ്. ആ എൻ സ്ക്വയർ വെക്ടർ സ്പേസ് എൻ സ്ക്വയർ ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ അകത്ത് നിന്ന് നിങ്ങൾ ഒരു എൻ സ്ക്വയർ പ്ലസ് 1 വെക്ടേഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് will it be linearly independent or dependent? Dependent. It will be dependent. Very good. So it will be dependent. So what we can say, I'm taking some, അല്ലെ, നമ്മൾ R3 or R എന്ന് നിങ്ങൾ ഏത് 4 വെക്ടേഴ്സ് എടുത്താലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. Isn't it? അതൊക്കെ നമ്മൾ പണ്ട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ ഡയമെൻഷൻ സ്പേസിന്റെ അകത്തുനിന്ന് n+1 വെക്ടേഴ്സ് എടുത്താൽ എന്തായാലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അതേ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുകയാണ്. ഞാൻ ഇതിന്റെ കുറച്ച് ഫംഗ്ഷൻസ് എടുക്കുകയാണ്. എൽ വി എന്നുള്ള ഒരു ഐ എടുക്കുന്നു, ഒരു ടി എടുക്കുന്നു, ഒരു ടി സ്ക്വയർ എടുക്കുന്നു, ടി റേസ് ടു എൻ. ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ് എൽ വിയിലുള്ള. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി കോമ്പോസിഷൻ ടി ആണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. യുവും ടിയും ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ യു കോമ്പോസിഷൻ ടി ലീനിയർ ഓപ്പറേറ്റർ എന്നൊക്കെ റിസൾട്ട് പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നോഷൻസ് ഒക്കെ വെച്ച് തന്നെ ടി ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ടി കോമ്പോസിഷൻ ടി ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി കോമ്പോസിഷൻ ടി കോമ്പോസിഷൻ ടി അതും ലീനിയർ ഓപ്പറേറ്റർ. അത് ടി ക്യൂബ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. എക്സെട്ര ടി പവർ എൻ ലീനിയർ ഓപ്പറേറ്റർ. അപ്പൊ ഇവരൊക്കെ എൽ ഓഫ് വിയിൽ എലിമെന്റ്സ് ആണ്. ഓൾ ഓഫ് ദം ആർ ഇൻ എലിമെന്റ്സ് ഇൻ എൽ ഓഫ് വി. സോ I have taken, you can see here, ഇവിടെ 1, 2 etc. n plus 1 ഐഡന്റിറ്റിയും കൂടി. അപ്പം മൊത്തം n+1 വെക്ടേഴ്സ് ഞാൻ എടുത്തു. എവിടെ നിന്ന് എടുത്തു? എൽ ഓഫ് വിന്ന് എടുത്തു. ഓക്കെ, എൽ ഓഫ് വിയിലെ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അവിടുത്തെ എലിമെന്റ്സ് വെക്ടേഴ്സ് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആണ്, ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അങ്ങനെ n+1 ആൾക്കാരെ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. സോറി, ദേ ആർ ലീനിയർലി ഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ വി അല്ല, ഇൻ എൽ വി. linearly dependent vectors in LV എന്ന് പറയാൻ പറ്റും. isn't it? So our linearly dependent ആണ് അതിന്റെ മീനിങ് എന്താ? there exists scalars alpha is in the field F, not all 0 such that ആ linear combination 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ linear dependence പറയാം അല്ലേ? linear dependence എങ്ങനെയാ പറയാ? by suitably choosing not all zeros, like few അതായത് നമ്മൾ സാധാരണ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന 3 വെക്ടേഴ്സ് എങ്ങനെ ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയാം? നമുക്ക് ഒരു C1, C2, C3 കിട്ടും സച്ച് ദാറ്റ് നോട്ട് ഓൾ ഓഫ് ദം ആർ സീറോസ്. എന്നിട്ട് ഈ കോമ്പിനേഷൻ 0 ആക്കാൻ പറ്റും. അങ്ങനെ ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയാം അല്ലേ? അതായത് അറ്റ്ലീസ്റ്റ് ഒരു C ആയെങ്കിൽ നോൺ സീറോ ആയിട്ട് C1, C2, C3 എടുത്തിട്ട് നമുക്ക് ഇത്
ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ അതേ നോഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് there exist scalars, since they are linearly dependent, there exist scalars alpha is not all of them of zeros. Okay, at least one alpha is non-zero such that the linear combination is equal to 0. That is possible. It is possible. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? നമുക്ക് ഒരു ടി എന്നൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ടിക്ക് ഒരു എഫ് ഓഫ് ടി ആണിത്. ഒരു ഫംഗ്ഷൻ ഓഫ് ടി എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്ന ശരിക്കും. ഓക്കെ, ആ എഫ് ഓഫ് ടി, ആ എഫ് എന്താ? ഇതാണ് ആ എഫ്. അതായത് എഫ് നിങ്ങൾ എങ്ങനെ എടുക്കണം? ആൽഫ നോട്ട് പ്ലസ് ആൽഫ 1 ടി എക്സെട്ര പ്ലസ് ആൽഫ എൻ സ്ക്വയർ ടി റേസ് ടു എൻ സ്ക്വയർ എന്ന് എടുക്കുക. അങ്ങനെ ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്തായിരിക്കും? ഇതായിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് ടി. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഏത് ടി എടുത്താലും, നിങ്ങൾ ഏത് ടി എൽ എഫ് വി എന്ന് എടുത്താലും ഈ പോളിനോമിയൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് ക്യാപിറ്റൽ ടി പറഞ്ഞാൽ ഇത് കിട്ടും, വിച്ച് വിൽ ഓൾവേസ് ബി 0 ബിക്കോസ് ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപെൻഡന്റ് എൽ ബി. അപ്പൊ ഏത് ടി എടുത്താലും അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇൻ ജനറൽ നിങ്ങൾ ഏത് ടി എടുത്താലും ഇങ്ങനത്തെ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അതിനുള്ള ചെറിയൊരു പ്രൂഫാണ് നമ്മൾ ഈ കണ്ട സിമ്പിൾ ആയിട്ടൊരു പ്രൂഫ്. ലീനിയർ ഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ ഒബ്വിയസ്ലി ആ ലീനിയർ കോമ്പിനേഷൻ 0 ആയിരിക്കും. ആ ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ ആ കിട്ടിയ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഫംഗ്ഷൻ ആക്കി മാറ്റുകയാണ്. അത്രേ ഉള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ? Okay, sir. Okay, so let's move on to the next. So what we have seen here is that annihilating polynomials എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉള്ള കുറച്ച് പോളിനോമിയൽസ് അത്രേ ഉള്ളൂ. ഏതൊരു നിങ്ങൾ ടി നമ്മൾ എൽ ഓഫ് എടുക്കുമ്പോൾ അതിന് എഫ് ഓഫ് ടി 0 ആയിട്ട് കിട്ടുന്ന കുറച്ച് പോളിനോമിയൽസ് ഉണ്ട്. ആ പോളിനോമിയൽസിനാണ് നമ്മൾ annihilating polynomials ഓഫ് ടി എന്ന് പറയാം. അതൊരു സ്പേസ് ഓഫ് വെക്ടേഴ്സ് ആണ്. അതിൽ ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടാവും. പക്ഷെ ആ പോളിനോമിയൽസിലെല്ലാം കുറച്ച് പ്രത്യേകത ഉള്ള 2-3 ആൾക്കാരുണ്ട്. 2 പേരുണ്ട്. അപ്പോൾ അവരെ പറ്റിയാണ് നമുക്കിനി സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പം ഇതിലൊരു ഈ ഒരു സ്പേസിൽ ശരിക്കും ഒരു മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഓക്കെ, സോ ഇഫ് യു കൺസിഡർ സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ഓഫ് ടി, ഇങ്ങനത്തെ എല്ലാ പോളിനോമിയൽസും നിങ്ങൾ ടീന്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോളിനോമിയൽ ദേ വിൽ എക്സിസ്റ്റ്. എ മിനിമൽ പോളിനോമിയൽ നമ്മൾ അതിനെ വിളിക്കും. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എം ഓഫ് ടി ആണ് കേട്ടോ. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജനറൽ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ഡിനോട്ട് ചെയ്യുന്നു. എം ഓഫ് ടി ഉദ്ദേശിക്കുന്ന മിനിമൽ പോളിനോമിയൽ ഞാൻ എം ഓഫ് ടി ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ. അപ്പം ആ മിനിമൽ പോളിനോമിയലിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ സെയിം കണ്ടീഷൻ, അതായത് എം ഓഫ് ടി നിങ്ങൾ ചെയ്താൽ 0 ആയിരിക്കണം. അപ്പൊ എഫ് ഓഫ് ടി 0 ആകുമ്പോഴാണല്ലോ എഫ് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആവുന്നത്. അതുപോലെ അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയിരിക്കണം. അതുകൊണ്ട് എം ഓഫ് ടി 0 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എപ്പം ഒരു മോണിക് പോളിനോമിയൽ ആയിരിക്കണം. മോണിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കിട്ടിയിരിക്കുന്ന പോളിനോമിയലിന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x³ + 3x + 2 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലാണ്. ഇത് മോണിക് പോളിനോമിയലാണ്. കാരണം ഇതിന്റെ x³ എന്ന് പറഞ്ഞ ഹയസ്റ്റ് ഡിഗ്രി വരുന്ന ഈ ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇങ്ങനെ 1 ആയിരിക്കണം. അപ്പൊ 2x² + 2 എന്ന് പറഞ്ഞാൽ അത് മോണിക് പോളിനോമിയൽ അല്ല. കാരണം അതിന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് ഇവിടെ 2 ആണ്. അപ്പൊ ഈ ലീഡിങ് കോഎഫിഷ്യന്റ് 1 ആവുന്ന പോളിനോമിയൽസ് ആണ് നമ്മൾ മോണിക് പോളിനോമിയൽ എന്ന് പറയാം. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ മിനിമൽ പോളിനോമിയൽ അത് മോണിക് പോളിനോമിയൽ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഏത് പോളിനോമിയൽ ഈ സ്പേസിൽ നിന്ന് എടുക്കുകയാണെങ്കിലും സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ആ പോളിനോമിയൽസ് നിങ്ങൾ ഏത് ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ മിനിമൽ പോളിനോമിയൽ ഡിഗ്രിനെക്കാട്ടും ഈക്വലോ വലുതോ ആയിരിക്കണം. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് ഈ മിനിമൽ പോളിനോമിയൽ. ദ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ which is a monic polynomial as well as a minimal polynomial. Sorry, which is a monic polynomial as well as an annihilating polynomial. ഈ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഈ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് എന്ന സ്പേസിന്റെ അകത്തുനിന്ന് ഒരു സിംഗിൾ ഗൈ ആണ്. ഈ ഫുൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടാവും അനിഹിലേറ്റ് ചെയ്യുന്ന ടീനെ. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇയാളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേര് എം എന്ന് വിളിക്കും. എം എന്ന് പറഞ്ഞ ഒരു നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇയാളെ ആദ്യത്തെ പ്രത്യേകത എം ഓഫ് ടി 0 ആയിരിക്കണം. അതായത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയിരിക്കണം ടീന്റെ. രണ്ടാമത്തെ അയാളൊരു മോണിക് പോളിനോമിയൽ ആയിരിക്കണം. അതായത് ഈ ഫോമിലായിരിക്കണം. ലീഡിങ് കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വേറെ ഏതാളെടുത്താലും ഇയാളെ ഡിഗ്രി, ഈ എടുത്തിരിക്കുന്ന എഫിന്റെ ഡിഗ്രി എപ്പോഴും എമ്മിന്റെ ഡിഗ്രിനെക്കാട്ടും ചെറുതോ ഈക്വലോ ആയിരിക്കണം. അതായത് ഈ എമ്മിന്റെ ഡിഗ്രി എന്നാൽ ആക്ച്വലി ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻസ്. A least degree polynomial which satisfies these conditions are called the minimal polynomial of this particular t. മനസ്സിലായോ?
അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ മിനിമൽ പോളിനോമിയൽ എന്ന് വിളിക്കുക. കണ്ടീഷൻസ് ഓർമ്മ വയ്ക്കുക. ആദ്യത്തെ കണ്ടീഷൻ അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയിരിക്കണം, അതായത് M(t) 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ മോണിക് പോളിനോമിയൽ ആയിരിക്കണം, അതായത് അതിന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം ആ പോളിനോമിയലിന്റെ. മൂന്നാമത്തെ കണ്ടീഷൻ വെച്ചാൽ നിങ്ങൾ ഏത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എടുത്താലും, ടീന്റെ ഏത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എടുത്താലും അതിന്റെ ഡിഗ്രി ഈ മിനിമൽ പോളിനോമിയലിനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ് ഈ മിനിമൽ പോളിനോമിയൽ. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ആക്ച്വലി യുണീക് എലിമെന്റ് ഓൾസോ ഇൻ ദ സ്പേസ്. അപ്പം ഇയാൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് we will be seeing some examples. ഓക്കെ, നമ്മൾ ചെയ്ത 3 എക്സാമ്പിൾസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ മിനിമൽ പോളിനോമിയൽ ഇല്ല എന്ന് കാണിച്ചു, രണ്ടാമത്തേന് നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഐഗൻ വാല്യൂസ് ഇല്ല എന്ന് കാണിച്ച എക്സാമ്പിൾ ഉണ്ടായിരുന്നു 2x2 മെട്രിക്സിന്റെ. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്ത 3x3 മെട്രിക്സിന് എക്സാമ്പിൾ ചെയ്തു, അതിൻ്റെ അകത്ത് നമുക്ക് ഡയഗണലൈസബിൾ അല്ല എന്ന് കിട്ടി. മൂന്നാമത് നമ്മൾ ചെയ്ത് നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് കിട്ടി. ഇങ്ങനത്തെ 3 എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നതായിരുന്നു മെട്രിക്സ് വെച്ചിട്ട്. അതിനൊക്കെ നമ്മൾ മിനിമൽ പോളിനോമിയൽ ഡിസ്കസ് ചെയ്യും ഈ 2 റിസൾട്ട്സ് കഴിഞ്ഞിട്ട്. അപ്പം yeah, we have 10 more minutes. So next what we are going to see is that a relationship between ഈ മിനിമൽ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു മെട്രിക്സിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുന്ന P എന്നാണ് ഇനി മുതൽ. ഓക്കെ, നമ്മളെ സ്മോൾ p എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് ടീന്റെ. അതുപോലെ M എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ആണ് ടീന്റെ. ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? അപ്പം ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ തൊട്ടുമ്പോ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്തു മിനിമൽ പോളിനോമിയൽ, ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എന്തായിരിക്കും? ഈ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ എന്തായിരിക്കും? അതായത് നമുക്ക് കിട്ടേണ്ട പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കണം, മോണിക് പോളിനോമിയൽ ആയിരിക്കണം. എന്തായിരിക്കും? Any guesses you have? ഈ കിട്ടിയത് തന്നെയാണോ നമ്മളെ മിനിമൽ പോളിനോമിയൽ? ഇത് മോണിക് പോളിനോമിയൽ ആണ്. ഇത് തന്നെയാണോ മോണിക് പോളിനോമിയൽ? ഇത് തന്നെയല്ലേ വരിക? അപ്പൊ ബാക്കിയൊന്നും അല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റുക? വേറൊന്നും പറ്റില്ല, വേറൊരു പോളിനോമിയലും വർക്ക്, അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും പറ്റില്ല. ഓക്കെ, നമുക്കത് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത റിസൾട്ട് പറഞ്ഞിട്ട് പറയാം. കാരണം അടുത്ത റിസൾട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, അടുത്ത 2 റിസൾട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഈ മിനിമൽ പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുന്ന കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ അടുത്ത പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് പറയുന്നത് വെച്ചാൽ മിനിമൽ പോളിനോമിയലിന്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെയും റൂട്ട്സ് സെയിം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് മൾട്ടിപ്ലിസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ റൂട്ട്സ് സെയിം ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും കുറച്ചും കൂടി ഐഡിയ കിട്ടും ഒരു മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ എങ്ങനെയാണ്. ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇത് തന്നെയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടല്ലോ. ഇത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇത് മാത്രമല്ല, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൽ നിങ്ങൾക്ക് ഒന്നും വർക്ക് ചെയ്യില്ലാന്ന് കാണിക്കാൻ പറ്റണം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പറ്റും. ബട്ട് ലെറ്റ് us see the theorems first. ഓക്കെ, നമുക്ക് ആ തിയറംസ് കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാം. So one result we'll discuss now. We have few more minutes. I think that is enough to discuss this. ഈ റിസൾട്ട് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നെറ്റിന് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ടാണ്. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടാണ് നെറ്റിനൊക്കെ പഠിക്കുമ്പോൾ. നമുക്ക് ഐഗൺ വാല്യൂ റിലേറ്റഡ് ആയിട്ട് ലീനിയർ ഓപ്പറേറ്റർ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡെഫിനറ്റ്ലി ഈ ഡയഗണലൈസേഷൻ്റെ ഐഡിയാസ് ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ ഈ മിനിമൽ പോളിനോമിയൽസ് എല്ലാം ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് വരുന്ന പ്രോബ്ലംസിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ ലെവൽ പ്രോബ്ലംസ് എന്നാൽ ഇറ്റ് ഈസ് ഇൻവോൾവിങ് മിനിമൽ പോളിനോമിയൽസ്. അല്ലാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ പറ്റി സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബേസിക് ഐഡിയാസ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നെറ്റിന് പഠിക്കുന്ന പ്രൂഫ് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, ഈ റിസൾട്ടുകൾ അറിഞ്ഞാൽ മതി. ഓക്കെ, റിസൾട്ടുകൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇതിലുള്ള ബേസിക് ആയിട്ട് റിസൾട്ട് എന്താ വെച്ചാൽ റൂട്ട്സ് ഓഫ് ദ മിനിമൽ പോളിനോമിയൽ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആർ ദ സെയിം. ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ എഴുതിയുണ്ട് എക്സെപ്റ്റ് ഫോർ മൾട്ടിപ്ലിസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്, ഇപ്പം ഒരു പെർട്ടിക്കുലർ മെട്രിക്സിന്റെ മിനിമൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സപ്പോസ് ഇങ്ങനെയാന്ന് വിചാരിക്കുക.
ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. സപ്പോസ് ഒരു മെട്രിക്സിന്റെ ഒരു പി ഓഫ് എക്സ് ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെയാണെങ്കിൽ ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ മിനിമൽ പോളിനോമിയലിന്റെ എന്താന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനും എന്തായാലും അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതെങ്കിലും ഉണ്ടാവും. അതിന്റെ മീനിങ് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ പി ഓഫ് എക്സിന്റെ എം ഓഫ് എക്സിന്റെ റൂട്ട്സ് സെയിം ആയിരിക്കും. പി ഓഫ് എക്സിന് 3 റൂട്ട്സ് ഉള്ളത് ഇവിടെ 1, 2, 5 -5. 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, -5 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമൽ പോളിനോമിയൽ ഒരു പോളിനോമിയൽ ഒബ്വിയസ്ലി പോളിനോമിയൽ അതിന്റെ റൂട്ട്സും 1 ഉം 2 -5 തന്നെ ആയിരിക്കുള്ളൂ. വേറെ റൂട്ട്സ് അതിന് പുതിയതായിട്ടൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ മിനിമൽ പോളിനോമിയൽ ഇപ്പൊ പി ഓഫ് എക്സ് ഇതാണെങ്കിൽ ഇതാണ് പി ഓഫ് എക്സ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മിനിമൽ പോളിനോമിയലിൽ ഇങ്ങനത്തെ ഒരു ടേം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ടേം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ടേം, ഈ 3 ടേം എന്തായാലും ഉണ്ടാവും. അതായത് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതാണ് മിനിമൽ പോൾ എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതിന്റെ അകത്ത് ഒരു x-1 എന്ന ടേം എങ്കിലും ഉണ്ടാവും, ഒരു x-2 എന്ന ടേം ഉണ്ടാവും, ഒരു x+5 ടേം ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ മിനിമൽ പോളിനോമിയലിന്റെ റൂട്ട്സും 1 ഉം 2 ഉം -5 തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മിനിമൽ പോളിനോമിയൽ വരിക, x-1 x-2 ഹോൾ സ്ക്വയർ x+5 എന്ന് വരും. അതിന്റെ മീനിങ് എന്താണ്? 1 ഉം 2 ഉം -5 തന്നെ ആ റൂട്ട് തന്നെയാണ് പറയുന്നത്. ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, മൾട്ടിപ്ലിസിറ്റീസ് മേ ബി ഡിഫറെന്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? റിസൾട്ട് എന്താണെന്ന് മനസ്സിലായോ? റിസൾട്ട് എന്താ പറഞ്ഞത് മനസ്സിലായോ? രണ്ടിന് റൂട്ട്സ് സെയിം ആണെന്നേ പറയുന്നുള്ളൂ, പക്ഷെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് അറിയില്ല, അത് ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക്. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമൽ പോളിനോമിയൽസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഇതിപ്പോൾ കുറച്ച് വലിയ കേസാണ്. ഒരു ചെറിയ കേസ് എടുക്കുകയാണ്, സപ്പോസ് പി ഓഫ് എക്സ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഇപ്പോൾ x-1 × x-2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയ കേസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, നമ്മൾ തൊട്ട് ചെയ്ത പ്രോബ്ലത്തിൽ. അപ്പൊ ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഈ 2 കേസേ വരുള്ളൂ. അതാണ് നമ്മൾ ഈ തീരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ. അതായത് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് തന്നെയായിരിക്കും മിനിമൽ പോളിനോമിയലിന്റെ റൂട്ട്സും. ഓക്കെ, ഈ തീരത്തിൽ നിന്ന് വരുന്ന ഇംപ്ലിക്കേഷൻ ഇത് മാത്രമല്ല. അതെ, വി ക്യാൻ ഗെറ്റ് ദാറ്റ് ദ ഓൺലി ടു പോസിബിലിറ്റീസ് ആർ ദിസ് മച്ച്. അതായത് ഒന്നെങ്കിൽ ഇതായിരിക്കും കിട്ടുക അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. ഈ ഒരു ടേമും എന്തായാലും ഉണ്ടാവും, അത് ഇതിലും ഇൻവോൾവ് ആണല്ലോ. അല്ല, ഇത് x-1 × x-2 × x-2 എന്നാണല്ലോ ഇതിൽ മീനിങ് സെക്കൻഡ് പോളിനോമിയൽ. അപ്പൊ ഈ ടേമും എന്തായാലും ഇൻവോൾവ് ആയിരിക്കും, കാരണം 1 ഉം 2 ഉം ഇതിന്റെയും റൂട്ട്സ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടുന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ തിയറത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ഓക്കെ, റൂട്ട്സ് സെയിം ആയിരിക്കും, മൾട്ടിപ്ലിസിറ്റീസ് മാറാം. അപ്പൊ അതിന് അപ്പൊ എം ഞാൻ പറഞ്ഞു മിനിമൽ പോളിനോമിയൽ ഓഫ് ടി എടുക്കുന്നു, നമ്മൾ പി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി എടുക്കുന്നു. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു തീരത്തിന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം. അതായത് എം ഓഫ് സി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി പി ഓഫ് സി ഈക്വൽ ടു 0. അതായത് സി എമ്മിന്റെ റൂട്ട് ആണെങ്കിൽ സി പിന്റെ റൂട്ട് ആയിരിക്കും, അതുപോലെ സി പിന്റെ റൂട്ട് ആണെങ്കിൽ സി എമ്മിന്റെ റൂട്ട് ആയിരിക്കും. സോ എം ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഓഫ് സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സീ ദ പ്രൂഫ്. സോ സ്മോൾ പ്രൂഫ്, ചെറിയ പ്രൂഫാണ്, ഇത്രയേ ഉള്ളൂ. നമുക്കത് ഇത്രയേ വരുന്നുള്ള പ്രൂഫ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. സോ ഹിയർ വൺ പാർട്ട് ഇസ് വെരി ട്രിവിയൽ, കാരണം if c is an eigenvalue of t, if c is a characteristic value or eigenvalue of t, so for an x not equal to 0, p of x will be equal to c of x. That is clear. Because c is an eigenvalue of t, so t of x will be equal to c of x. That means it means that if c is the eigenvalue of t, it means that p of c is 0, right? It means that p of c is 0. പി ഓഫ് സി 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന എം ഓഫ് സി 0 എന്ന് കാണിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ പി ഓഫ് സി ഈക്വൽ ടു 0 എന്ന സാധനം സഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കുന്നത്, സഫിഷ്യൻ്റ് കണ്ടീഷനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നെസസറി ആണെന്ന് കാണിക്കും. അതായത് പിന്നെ നമ്മൾ അടുത്ത കേസ് എടുക്കുന്നത് എം ഓഫ് സി 0 എന്ന് അസ്യൂം ചെയ്തിട്ട് പി ഓഫ് സി 0 എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മളിവിടെ അസ്യൂം ചെയ്തത് പി ഓഫ് സി 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പി ഓഫ് സി 0 ആണ്. അതാണ് ഇവിടെ നമ്മൾ സി ഐഗൺ വാല്യൂ ഓഫ് ടി എടുക്കുന്നത്. സി ഐഗൺ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ പി ഓഫ് സി 0 ആയിരിക്കും അല്ലേ? സി ഐഗൺ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ പി ഓഫ് സി 0 ആയിരിക്കില്ലേ? സി റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് സി 0 ആണോ? പി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത പ്രോബ്ലം പറയുകയാണെങ്കിൽ x-1 × x-2 ഹോൾ സ്ക്വയർ ആണ് നമ്മളെ പി ഓഫ് എക്സ്. അപ്പം 1
പിന്നെ ഐഗൺ വാല്യൂ അല്ല. അപ്പൊ പി ഓഫ് 1 എന്താ? 0. കാരണം ഈ ടേം 0 ആയി പോകും. 1 - 1 വരും. 1 - 1 × 1 - 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ഓൾറെഡി 0 ആണ്. അപ്പൊ മൊത്തം 0 ആയി പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പി ഓഫ് സി is 0. So p is an eigenvalue of c, or if you say p of c equal to 0 ആണെങ്കിൽ we can say c is an eigenvalue of t. Fine. Now m of t of x is equal to 0. അത് ശരിയാണോ? m of t of x 0 ആയിരിക്കും. t of x c of x ആണ്. Okay, my question is m of t of x is equal to 0 ആയിരിക്കും. m of t ന്റെ പ്രത്യേകത എന്താ? m of t ഒരു മിനിമൽ പോളിനോമിയലാണ്. ഓക്കെ, എം ഓഫ് ടി മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ എം ഓഫ് ടി മിനിമൽ പോളിനോമിയൽ. അപ്പൊ അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആണോ? എം ഓഫ് ടി മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ എം ഓഫ് ടി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എം ഓഫ് ടി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എം ഓഫ് ടി ഓഫ് എക്സ് ഫോർ എനി എക്സ് വിൽ ബി ഈക്വൽ ടു 0. എം ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ആണ് അല്ലേ? എം ഓഫ് സ്മോൾ ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ സപ്പോസ് ടി സ്ക്വയർ മൈനസ് ടി എന്നാണെങ്കിൽ എം ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ്. ടി സ്ക്വയർ മൈനസ് ടി എന്നൊരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ അത് എപ്പോഴും 0 ആയിരിക്കും എന്നാ പറയുന്നത്, ഇത് മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ. അതിന്റെ മീനിങ് എന്താ? ടി സ്ക്വയർ മൈനസ് ടി ആക്ടിങ് ഓൺ എനി വെക്ടർ വിൽ ബി ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. അതിന്റെ മീനിങ് അവിടെ. അപ്പം ഇഫ് യു ടേക്ക് ദ ഐഗൻ വെക്ടേഴ്സ്, collection of all eigenvectors, or if you take any eigenvector, specifically this eigenvector itself നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എം ഓഫ് ടി ഓഫ് എക്സ് പറഞ്ഞാൽ ഇത് 0 ഓപ്പറേറ്റർ ആയി മാറും. എം ഓഫ് ടി പറയുന്നത് അപ്പൊ 0 ഓപ്പറേറ്റർ 0 ആക്ടിങ് ഓൺ എനി വെക്ടർ വിൽ ബി ഗിവ് യു ആക്ച്വലി അഗൈൻ 0 ഓൺലി അല്ലേ? Isn't it? T is an identically 0 operator. What is T of x? 0. അതുപോലെ ഇവിടെ എം ഓഫ് ടി പറഞ്ഞാൽ ഐഡന്റിക്കലി 0 ഓപ്പറേറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആണ്. അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. അത് എഫ് ഓഫ് ടി ഈക്വൽ ടു 0 നമ്മൾ പറയണ്ടല്ലോ, അതിന്റെ മീനിങ് അതാണ്. വെറുതെ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എഫ് ഓഫ് ടി ടി ആന്ന് വിചാരിക്കുക. എഫ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന മീനിങ് എന്താ? ടി 0 ആണെന്ന്. അതായത് ടി is ഐഡന്റിക്കലി എ 0 ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അവിടെ. അപ്പൊ എം ഓഫ് ടി ഇസ് ആക്ച്വലി ഓഫ് എക്സ് വിൽ ബി 0 ഡെഫിനറ്റ്ലി, ബിക്കോസ് എം ഈസ് ആക്ച്വലി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. എം അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയതുകൊണ്ട് എം ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി ഓൺ എക്സ് ആക്ടിങ് ഓൺ എക്സ് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത് നിങ്ങളൊരു ഫംഗ്ഷൻ ആയിട്ട് കണ്ടാൽ മതി. എം ഓഫ് ടി ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണാം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ടിന്റെ ഇതാ കാണുന്നത്. ഓൾറെഡി യു നോ ദാറ്റ് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പോളിനോമിയൽ നിന്നും സി ഐഗൻ വാല്യൂ ഓഫ് ടി വിത്ത് എക്സ് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ആണെങ്കിൽ എഫ് ടി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് സി ഓഫ് എക്സ് നമ്മൾ സമം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ആൽഫ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആണെങ്കിൽ എഫ് ടി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് സി ഓഫ് ആൽഫ നമ്മൾ 2 ദിവസം മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പോളിനോമിയൽ എഫ് എടുത്താലും സി ഐഗൻ വാല്യൂ ഓഫ് ടി ആണ്, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ഓഫ് എക്സ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു പോളിനോമിയലാണ്. അപ്പൊ ഏത് പോളിനോമിയൽ ഇത് ശരിയാവുമെങ്കിൽ നമ്മൾ ഈ എം ഓഫ് ടി എന്ന പോളിനോമിയൽ ഇത് ശരിയാവണം. അപ്പൊ എം ഓഫ് ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എം ഓഫ് സി ഓഫ് എക്സ് എഴുതാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൾട്ടിപ്പിൾ അല്ല. ഇത് എം എന്ന് പറഞ്ഞ പോളിനോമിയലിൽ നമ്മൾ അതിന്റെ വേരിയബിളിന് പകരം സി കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ് ഇസ് എം ഇൻറ്റു സി. ഇത് എം ഇൻറ്റു സി അല്ല. ഓക്കെ, എം എന്ന് പറഞ്ഞൊരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിനകത്ത് ആ വേരിയബിളിനെ സി കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബൈ ദിസ് റിസൾട്ട് വാട്ട് വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ്, ഈ ലെമ്മ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മെനഞ്ഞാത്തെ ക്ലാസ്സിൽ. നിങ്ങളോട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ നമ്മൾ തന്നെ പ്രൂവ് ചെയ്തു. അപ്പം അത് വെച്ച് നമുക്ക് ഇത് ശരിയാന്ന് പറയാം, ഇത് രണ്ടും ഈക്വൽ എന്ന് പറയാം, കാരണം എം ഒരു പോളിനോമിയലാണ്. ഓൾസോ ഇതും ശരിയാന്ന് പറയാം, കാരണം എം ഓഫ് ടി ഒരു ഈ ആർഗ്യുമെന്റ് ശരിയാന്ന് പറയാം, കാരണം എം ഓഫ് ടി ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയൽ അതിനെ. ബട്ട് ഇഫ് എം സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് എം സി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി, ഒരു വാല്യൂ ആയി മാറി. എം സി ഓഫ് എക്സ് ഇൻറ്റു 0 ആവണമെങ്കിൽ, ഓക്കെ, എം സി ഓഫ് എക്സ് സോറി എം ഓഫ് സി ഇൻറ്റു എക്സ് 0 ആവണമെങ്കിൽ എക്സ് ഓൾറെഡി നോൺ സീറോ ആണ്. എക്സ് ഓൾറെഡി നോൺ സീറോ ആണെങ്കിൽ ഇത് ഫുൾ എം ഓഫ് സി ഇൻറ്റു എക്സ് 0 ആവണമെങ്കിൽ എം ഓഫ് സി എന്തായിരിക്കണം, അത് 0 ആയേ പറ്റൂ. എന്നാലേ എം ഓഫ് സി ഇൻറ്റു എക്സ് 0 ആവുള്ളൂ, കാരണം എക്സ് നോൺ സീറോ ആണ്. എക്സ് നോൺ സീറോ വെക്ടർ ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഒരു വെക്ടർ നിങ്ങൾക്ക് മൊത്തം 0 വെക്ടർ കിട്ടണമെങ്കിൽ ആ കോൺസ്റ്റന്റ് എന്തായാലും 0 ആയേ പറ്റൂ. അടുത്തൊരു കോളം വെക്ടർ ആണ്, എക്സ് എന്നൊരു കോളം വെക്ടർ ആണ്.
So that means that MC is equal to 0. അപ്പോൾ അതിലെന്ത് കിട്ടി? P of C 0 ആണെങ്കിൽ M of C 0 ആണ് കിട്ടി. So what we have got is, if P of C is 0, M of C is 0. I'll repeat once again. So if C is actually an eigenvector, eigenvalue corresponding to T, and X is the corresponding eigenvector, അങ്ങനെയെങ്കിൽ നമുക്ക് എം ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 എഴുതാൻ പറ്റും. കാരണം എം ടി ഒരു അനിഹിലേറ്റിംഗ് പോളിനോമിയലാണ്. അതായത് എം ടി എന്ന് പറഞ്ഞാൽ എം ടി ഓഫ് എക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫോർ എനി എക്സ് ഇറ്റ് വിൽ ബി 0. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ എം ടി ഈസ് എൻ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. ഓക്കെ, സോ കാരണം നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മളിപ്പം കഴിഞ്ഞ റിസൾട്ടുകളിലെല്ലാം നമ്മൾ പറയുന്നത് ഇപ്പൊ എം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എം ടി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ദാറ്റ് വാട്ട് എവർ ഇസ് ദ ഡൊമൈൻ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് യു മീൻ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ്. സോ ബേസിക്കലി ദ മീനിങ് ഇസ് ദാറ്റ്. ഓക്കെ, basically the meaning is that, so f of t equal to 0 means, it means that f of t of x will be equal to 0 for all x in V. So that is what you are getting from there. So here yeah, അപ്പോൾ അതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ mt of x will be equal to 0 since mt is actually an annihilating polynomial for this x here. So and by this result നമ്മൾ already prove ചെയ്ത റിസൾട്ട് വെച്ചിട്ട് ലെമ്മ വെച്ചിട്ട് നമുക്ക് mt of x എന്ന mc of x നേടാം. ആൻഡ് mc into x 0 ആണെങ്കിൽ, കാരണം mc into x 0 ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ mc എന്തായാലും നോൺ സീറോ, സോറി mg എന്തായാലും 0 ആയേ പറ്റൂ, കാരണം x നോൺ സീറോ ആണ്. രണ്ട് ഇതിങ്ങനെയാ വരിക, ഒരു കോൺസ്റ്റന്റ് എം സി പറയുമ്പോൾ എം ഒരു പോളിനോമിയലാണല്ലോ. അപ്പോൾ എം ടി സ്ക്വയർ പ്ലസ് ടി എന്ന പോളിനോമിയലാണെങ്കിൽ എം സി എന്താ വരിക, സി സ്ക്വയർ പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ ഇൻറ്റു ഒരു വെക്ടറാണ് എക്സ്. ഈ വാല്യൂ ഇൻറ്റു വെക്ടർ എക്സ് 0 0 0 നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് അങ്ങനെ എന്തെങ്കിലും 0 വെക്ടർ കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നോൺ സീറോ എലിമെന്റ്സ് ഉണ്ടാകാം. നമ്മൾ എക്സ് ഈ എടുത്തിരിക്കുന്ന എക്സ് നോൺ സീറോ ആണ്. ദിസ് എക്സ് ഇസ് നോൺ സീറോ. അപ്പം ഇവിടുത്തെ വാല്യൂ എല്ലാം 0 ആയിരിക്കണം. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0 0 0 എന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എം സി 0 ആയിരിക്കും. അപ്പൊ ഇൻഡയറക്ട്ലി വാട്ട് വി ഗെറ്റ് ഇസ് എം സി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Did you understand the proof? This much? സർ മനസ്സിലായി. Okay. So I think remaining we will do in next class. പോരെ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ പിന്നെ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഈ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ തിരിച്ചുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം, പെട്ടെന്ന് കഴിയായിരിക്കും. അപ്പൊ എം ഓഫ് സി 0 എന്ന് വിചാരിക്കും. ഇനി നമുക്ക് തിരിച്ച് കാണിക്കണം. അതായത് എം ഓഫ് സി 0 ആണെങ്കിൽ പി ഓഫ് സി 0 എന്ന് കാണിക്കാം. അതായത് മിനിമൽ പോളിനോമിയൽ സി മിനിമൽ പോളിനോമിയൽ റൂട്ട് ആണെങ്കിൽ സി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ റൂട്ട് ആണെന്നും കാണിക്കണം. അത്രേ ഉള്ളൂ. അതായത് എം ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് സി ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ സപ്പോസ് എം ഓഫ് സി 0 എന്ന് എടുക്കാം. സപ്പോസ് എം ഓഫ് സി 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എം ഓഫ് ടി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും. എം ഓഫ് സി 0 ആണെങ്കിൽ സി എമ്മിന്റെ റൂട്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ടേം അവിടെ കാണണ്ടേ? ഇല്ലെങ്കിൽ ഇത് എം ഓഫ് സി കാണുമ്പോൾ 0 ആയി പോകണ്ടേ അല്ലേ? എം ഓഫ് സി 0 ആണെങ്കിൽ നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാം, എം ടി എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ഈ ടി മൈനസ് സി ആയിരിക്കും. കാരണം നമ്മൾ ടിക്ക് സി കൊടുക്കുമ്പോൾ സി മൈനസ് സി ആകുമ്പോൾ ഈ ടേം 0 ആയി പോകണം. അപ്പോൾ ഈ എം ഓഫ് ടി മൊത്തത്തിൽ 0 ആയി പോകുള്ളൂ. അപ്പോൾ ഓബിയസ്ലി നമുക്ക് എന്ത് പറയാം, നമ്മുടെ എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. നമ്മുടെ എം ഓഫ് ടി ഈ ഒരു ഫോമിലായിരിക്കും. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും നമുക്ക്. ഈ ക്യൂ ഓഫ് ടി എന്ന് പറഞ്ഞ, അതായത് എം ഓഫ് ടി നമ്മൾ ഒരു ടി മൈനസ് സി ഇൻറ്റു സം ക്യൂ ഓഫ് ടി എഴുതുകയാണ്. അപ്പൊ ഈ ക്യൂ ഓഫ് ടിന്റെ ഡിഗ്രി ഒരിക്കലും എം ഓഫ് ടി ഡിഗ്രിയെക്കാട്ടും കൂടാനും പാടില്ല. ഇതിന്റെ ഡിഗ്രി എന്തായാലും എന്താ പറയാ, എം ഓഫ് ടി ഡിഗ്രിയെക്കാട്ടും കൂടുമില്ല. അത് ഇറ്റ് കനോട്ട് ബി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ഓൾസോ. അത് അനിഹിലേറ്റിംഗ് പോളിനോമിയലും ആവരുത്. അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ അത് ഒരിക്കലും ഒരു, അപ്പൊ എം ഓഫ് ടി ഒരിക്കലും മിനിമൽ പോളിനോമിയൽ ആവില്ല. അതായത് ഇതിനെക്കാട്ടും ചെറിയ ഡിഗ്രിയിൽ ഒരു പോളിനോമിയൽ നമുക്ക് എന്തായി കിട്ടും അല്ലെ? എം ഓഫ് ടി എന്നൊരു പോളിനോമിയൽ നമ്മൾ ഇങ്ങനെ എഴുതണമെങ്കിൽ ഓബിയസ്ലി ക്യൂ ഓഫ് ടിന്റെ ഡിഗ്രി ലെസ് ദാൻ എം ഓഫ് ടി ആയിരിക്കണ്ടേ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ എം ഓഫ് ടി എന്നൊരു പോളിനോമിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ആ പോളിനോമിയൽ എന്നാൽ സപ്പോസ് ടി മൈനസ് 1 ഇൻറ്റു ഒരു ക്യൂ ഓഫ് ടി, ഇപ്പൊ ടി സ്ക്വയർ പ്ലസ് 2t പ്ലസ് 3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇത് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? തേർഡ് ഡിഗ്രി പോളിനോമിയലിൽ കിട്ടുക. തേർഡ് ഡിഗ്രി പോളിനോമിയലിൽ കിട്ടുക. ഇതല്ലേ? അതെ. അപ്പൊ ക്യൂ ഓഫ് ടി ഡിഗ്രി എന്താ ലെസ് ദാൻ എം ഓഫ് ടി ഡിഗ്രി ആവണ്ടേ? ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആവണ്ടേ? അതായത് മൾട്ടിപ്ലൈ തന്നെ നമുക്ക് ഇവിടെ തേർഡ് ഡിഗ്രി കിട്ടുള്ളൂ.
അപ്പൊ ക്യൂ ഓഫ് ടി ഡിഗ്രി എന്തായാലും ലെസ് ദാൻ എം ഓഫ് ടി ഡിഗ്രി ആണ്, അറ്റ്ലീസ്റ്റ് 1 ലെസ് ദാൻ എം ആണ്. ഓക്കെ, ഇത് ശരിയാണ്. ആൻഡ് ക്യൂ കനോട്ട് ബി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ. ക്യൂ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരിക്കലും എം ഓഫ് ടി മിനിമൽ പോളിനോമിയൽ ആവില്ല. കാരണം അതിനെക്കാട്ടും ചെറിയ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ നമുക്ക് കിട്ടുകയാണ്. ഫോർ വിച്ച് ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 0. അപ്പൊ എന്താവും, ഈ എം ഓഫ് ടി എന്ന് പറഞ്ഞ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ നമ്മൾ എടുത്ത അസംപ്ഷൻ തെറ്റിപ്പോവും. അപ്പൊ ഒരിക്കലും ക്യൂ ഓഫ് ടി എന്താവാൻ പറ്റില്ല, ക്യൂ ഓഫ് ടി അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആവാൻ പറ്റില്ല. അപ്പം എം ഓഫ് സി 0 ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് എം ഓഫ് സി 0 ആണെങ്കിൽ അത് ടി മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് ടി ഫോമിലായിരിക്കും. അതുപോലെ ക്യൂ ഓഫ് ടി ഡിഗ്രി അറ്റ്ലീസ്റ്റ് 1 ലെസ് ദാൻ എം ആയിരിക്കും. അതുപോലെ ക്യൂ ഒരിക്കലും അനിഹിലേറ്റിംഗ് പോളിനോമിയലും ആവില്ല. ഇത്രയും കാര്യം പറയാം. ഇനി ചെറിയൊരു ആർഗ്യുമെന്റേ ഉള്ളൂ. അപ്പം ഇപ്പൊ ക്യൂ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ അല്ലെങ്കിൽ അതിന് മീനിങ് ക്യൂ ഒരു 0 പോളിനോമിയൽ അല്ലെങ്കിൽ there exists an x not equal to 0. There exists an x not equal to 0 such that q of p of x is not equal to 0. Okay. Q of t of x is not equal to 0. Q of t and a function, if it is not equal to 0, it means that for at least one x, its function value is not equal to 0. So we can take that there exists an x not equal to 0 such that q of t of x is not equal to 0. അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം ക്യൂ ഓഫ് ടി പറഞ്ഞാൽ ഐഡന്റിക്കലി 0 ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല. അപ്പം അറ്റ്ലീസ്റ്റ് അതിന്റെ ഇമേജ് എടുക്കുമ്പോൾ നോൺ സീറോ എലിമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏതോ ഒരു എക്സിന് ക്യൂ ഓഫ് ടി ഓഫ് എക്സ് നോൺ സീറോ വെക്ടർ ആയിരിക്കും. ഓക്കെ, സോ ആ നോൺ സീറോ വെക്ടർ നമ്മൾ സപ്പോസ് y എന്ന് എടുക്കാന്ന് വിചാരിക്കാം. ചൂസ് y is equal to q of t of x which is not equal to 0. Let us choose y equal to q of t of x which is not equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എം ടി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എം ടി ഓഫ് എക്സ് 0 ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എം ടി എഫ് എക്സ് 0 ആണ്. കാരണം എം മിനിമൽ പോളിനോമിയൽ ആണ്. മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ എം ഓഫ് ടി പറഞ്ഞാൽ 0 ഫംഗ്ഷൻ ആവും. അപ്പം എം ഓഫ് ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആവും ഫോർ ഓൾ എക്സ്. അപ്പം 0 ഈക്വൽ ടു എം ടി ഓഫ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഈ എം ടി നമുക്ക് എങ്ങനെ എഴുതാം? എം ടി നമ്മൾ ഓൾറെഡി മോളിൽ എടുത്തു. എം ടി മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ എടുത്തു. അപ്പോൾ ഇതിൽ എം ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താവും? ടി മൈനസ് സി എന്ന് പറയും, ടി മൈനസ് സി ആയി വരും ഇൻറ്റു ക്യൂ ഓഫ് സ്മോൾ ടിക്ക് പകരം ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി. കാരണം എം ഓഫ് ടി ഈ ഫോമിലായിരിക്കും നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി അവിടെ വരുന്നത്. അപ്പോൾ എം ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടി മൈനസ് സി ആയി. ഈ സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ടി കൊടുക്കുക, ഇവിടെ സി എന്ന ഭാഗത്ത് ഐഡന്റിറ്റി ഫംഗ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഫംഗ്ഷൻ ആവില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ലീനിയർ ഓപ്പറേറ്റർ ആയി കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ടി മൈനസ് സി ആയി കൊടുക്കുന്നത്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്റർ ടി മൈനസ് സി ഐ ആണ് ഇൻറ്റു ക്യൂ ഓഫ് സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി. അപ്പോൾ ടി മൈനസ് സി ഐ ഓഫ് ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി ആക്ടിങ് ഓൺ എക്സ് എന്ന് വരും, ആക്ടിങ് ഓൺ സെയിം വെക്ടർ എക്സ് എന്ന് വരും. ബട്ട് ക്യൂ ടി എക്സ് എന്താ? ക്യൂ ടി എക്സ് എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പൊ എനിക്ക് ക്യൂ ടി എക്സ് എനിക്ക് y എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? 0 is equal to t minus ci of y എന്ന് കിട്ടും. 0 is equal to t minus ci of y എന്ന് കിട്ടും. അതിന്റെ മീനിങ് എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഫോർ എ നോൺ സീറോ y നോൺ സീറോ ആണ്, ശ്രദ്ധിക്കുക. സോ ഫോർ എ നോൺ സീറോ y you are getting t minus cy acting on y equal to 0, or you are getting ty equal to cy. For a non-zero y, you are getting ty equal to cy. അതിന്റെ മീനിങ് എന്താ? c is a eigen value of t. So c is a root of what? c is a root of the characteristic polynomial of t. You understand? Did you understand? നമ്മൾ ഇത്രേ കാണിച്ചുള്ളൂ. നമ്മൾ ഇത്രേ കാണിച്ചുള്ളൂ. നമ്മൾ എം ഓഫ് ടിന്റെ ജനറൽ ഫോം ഇതാന്ന് പറഞ്ഞു. കാരണം സി എമ്മിന്റെ റൂട്ടാണ് കൊണ്ട് ഇങ്ങനത്തെ ഒരു ലീനിയർ ടേം അതിനകത്ത് എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എം ഓഫ് ടി ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ ആയിരിക്കാം. ടി മൈനസ് ഐ മൈനസ് സി ഇൻറ്റു സം പോളിനോമിയൽ ആയിരിക്കാം എം ഓഫ് ടി. ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായാലും എം ഓഫ് ടിന്റെ പോളിനോമിയൽ ചെറുതായിരിക്കും. അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആവില്ല. കാരണം അത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽ ആയാൽ ഒരിക്കലും എം എന്താവില്ല, മിനിമൽ പോളിനോമിയൽ ആവില്ല. കാരണം എം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസിന്റെ അകത്തും ലീസ്റ്റ് ഡിഗ്രി ഉള്ള ആളാണ്. ഫോർ വിച്ച് എം ഓഫ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 0. ക്യൂ ഓഫ് ടി അങ്ങനത്തെ ക്യൂ ഓഫ് ടി ഡിഗ്രി എം ഓഫ് ടിനെക്കാൾ ചെറുതാണ്. അപ്പൊ ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായി പോകും മിനിമൽ പോളിനോമിയൽ. അതിന്റെ ഡിഗ്രി എമ്മിനെക്കാൾ ചെറുതാണല്ലോ. അപ്പം അതൊരിക്കലും മിനിമൽ പോളിനോമിയൽ ആകാൻ പറ്റില്ല. കാരണം നമ്മളെ അസംപ്ഷൻ എന്താണ്? ഈ എം ആണ് മിനിമൽ പോളിനോമിയൽ എന്നാണ് അസംപ്ഷൻ. അപ്പോൾ അതിന്റെ മീനിങ് ക്യൂ ഓഫ് ടി ഒരിക്കലും 0 ആവില്ല. ക്യൂ ഓഫ് ടി ഇസ് നോൺ 0. അപ്പൊ ക്യൂ ഓഫ് ടി നോൺ 0 അതിന്റെ മീനിങ് എന്താ? ഇതൊരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ നോൺ ഈക്വൽ 0 പറഞ്ഞാൽ there exists some x for which some x not equal to 0. കാരണം എക്സ് 0 ആണെങ്കിൽ എന്തായാലും ക്യൂ ഓഫ് ടി എന്താവും? 0 ആവും, ഇല്ലേ? എക്സ് 0 ആണ്, ക്യൂ ഓഫ് ടി 0 ആയി പോകും. കാരണം ക്യൂ ഓഫ് ടി ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ. ഏത് ലീനിയർ ഓപ്പറേറ്ററിനും ടി ഓഫ് 0 0 ആണ്.
അപ്പോൾ x there is if q of t is not equal to 0, there exists an x not equal to 0 such that q of t of x is നോൺ സീറോ ആയിരിക്കും. കാരണം അത് സീറോ ഫംഗ്ഷൻ അല്ലാത്തതിനെ കൊണ്ട് ഒരു എക്സ് നോൺ സീറോ എക്സ് എടുത്താൽ അതിന്റെ ഇമേജ് എന്തായാലും നോൺ സീറോ ആയിരിക്കും. എന്തായാലും നോൺ സീറോ ആയിരിക്കുന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു എക്സ് നിങ്ങൾക്ക് കിട്ടും ഫോർ വിച്ച് അതിന്റെ ഇമേജ് നോൺ സീറോ ആയിട്ട്, അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ സീറോ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എല്ലാ ഫംഗ്ഷനും ഇമേജ് 0 എന്ന് കിട്ടുകയാണെങ്കിൽ അത് സീറോ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് സീറോ ഫംഗ്ഷൻ അല്ല നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു എക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും such that q of t of x is not equal to 0. ഓക്കെ, അങ്ങനെയെങ്കിൽ യു സെറ്റ് ദാറ്റ് y, ആ q of t of x നിങ്ങൾ എന്തൊക്കെ എടുക്കുക, അതിന് നിങ്ങൾ y എന്ന് അസ്യൂം ചെയ്യാം. q of t of x നോൺ സീറോ ആണ്, അപ്പോൾ y നോൺ സീറോ ആണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അത്രയേ ഉള്ളൂ, ഈ y ഐഗൻ വെക്ടർ ആണ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടീന്റെ. ഈ y ഐഗൻ വെക്ടർ ആണ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരുടെ, ടീന്റെ, ടി എന്ന ഓപ്പറേറ്ററിന്റെ ഐഗൻ വെക്ടർ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ടി വൈ ഇക്വൾ ടു സി വൈ നമ്മൾ കാണിക്കാൻ പോവാണ്, അത്രേ ഉള്ളൂ. അത് കാണിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്, സി ഐഗൻ വെക്ടർ ഓഫ് ടി അതിനെ കൊണ്ട്, സി ഐഗൻ വാല്യൂ ഓഫ് ടി അതിനെ കൊണ്ട് ഡെഫിനറ്റ്ലി എന്ത് പറയാം, സി ഈസ് എ റൂട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി അല്ലെ. സി ഐഗൻ വാല്യൂ ആണ് ടീന്റെ എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് ആണല്ലോ ശരിക്കും ടീന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, ടീന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം ടി വൈ ഈക്വൾ ടു സി വൈ ഫോർ സം വൈ നോട്ട് ഈക്വൾ ടു സീറോ എന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, സി ഈസ് എൻ ഐഗൻ വാല്യൂ ഓഫ് ടി എന്ന് പറയാം. അപ്പോൾ സി ഐഗൻ വാല്യൂ ഓഫ് ടി ആണെങ്കിൽ പി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് സി എന്തായാലും സീറോ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇനി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത് വെച്ചാൽ 0 ഇസ് ഈക്വൽ ടു എം ടി എഫ് എക്സ്, കാരണം എം മിനിമൽ പോളിനോമിയലാണ്. അപ്പം ഏത് എക്സ് എടുത്താലും എം ടി എഫ് എക്സ് പറഞ്ഞാൽ സീറോ ആയിരിക്കും. എം ടി ആക്ടിങ് ഓൺ എക്സ് പറഞ്ഞാൽ സീറോ ആയിരിക്കും, കാരണം എം ടി പറഞ്ഞാൽ സീറോ പോളിനോമിയലാണ്. സോ 0 is equal to mt of x കിട്ടും. ആൻഡ് എം ടി ഇസ് ആക്ച്വലി വാട്ട്, ടി മൈനസ്, ഇവിടെ നമ്മൾ എം ടി ഇങ്ങനെ എടുത്തതിനെ കൊണ്ട് ക്യാപിറ്റൽ എം ഓഫ് ക്യാപിറ്റൽ ടി കൊടുക്കുക, ഇനി സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുക്കുക. അപ്പോൾ ഇത് ക്യാപിറ്റൽ ടി മൈനസ് സി എന്ന് പകരം സി ഐ ആവും, സി ഐ ഇൻറ്റു ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആക്ടിങ് ഓൺ എക്സ്, ആക്ടിങ് ഓൺ എക്സ്. ബട്ട് ക്യൂ ടി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ഓൾറെഡി അതിനെ വൈ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ ടി എക്സ് നമ്മൾ വൈ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 ഇസ് ഈക്വൽ ടു ടി മൈനസ് സി ഐ ഇൻറ്റു വൈ എന്ന് കിട്ടി. അതിന് മീനിങ് എന്താ, ടി വൈ ഇസ് ഈക്വൽ ടു സി വൈ എന്നാണ് ഇതിന്റെ മീനിങ്. ഈ ഒരു പെട്ടിയുള്ളതിന്റെ മീനിങ് ടി വൈ ഇസ് ഈക്വൽ ടു സി വൈ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ടി വൈ ഈക്വൽ ടു സി വൈ അതിന്റെ മീനിങ് എന്താ, സി ഇസ് എൻ ഐഗൻ വാല്യൂ ഓഫ് ടി ആൻഡ് വൈ ഇസ് ദ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ. ദാറ്റ് മീൻസ് ദാറ്റ് സി ഈസ് എ റൂട്ട് ഓഫ് പി, അതായത് സി ഈസ് ആക്ച്വലി എ റൂട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, hence p of c will be equal to 0. So that is the proof. Did you understand? Yes, sir. Okay. So those who have not understood, you can look into the class once again and let me know if you have any doubts. Okay. So if you have any doubts, you can ask. Otherwise, we'll wind up. It's already time. അത് കംപ്ലീറ്റ് ചെയ്യാൻ നന്നായി, അല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മൾ പറയേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതാണ് no, this is not this. This is another result. So we'll discuss the next class remaining. Okay. So if you have any doubts, you can ask. Otherwise, we'll discuss the next class. Okay, then we'll wind up for today. So we'll see you next class. Okay, sir. Okay. Thank you.